നമസ്തേ, ഞാൻ വീണ പ്രസാദ്. പുത്തൻ പുലരിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമസ്തേ, ഞാൻ രജനി. ഇന്ന് ഓഗസ്റ്റ് 31 ശനിയാഴ്ച, വീക്കെൻഡുമാണ്, മാസാവസാനവുമാണ്, ഇംഗ്ലീഷ് മാസം അവസാനവുമാണ്. പക്ഷെ വാർത്തകൾക്ക് അങ്ങനെ വലിയ ആലസ്യമൊന്നുമില്ല, അവസാനിക്കുന്നില്ല. അത് മാത്രമല്ല, തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നോക്കാം പ്രധാന വാർത്തകൾ. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് ഇന്നു മുതൽ പാലക്കാട്. വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാർ പങ്കെടുക്കും. സംഘടനാ സെക്രട്ടറിമാരും എത്തും. സമകാലിക വിഷയങ്ങൾ ചർച്ചയ്ക്കെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ. ഇസ്ലാം മതസ്ഥർക്ക് സ്വീഡന്റെ അന്ത്യശാസനം. രാജ്യത്തിന്റെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാത്തവർ പുറത്തു പോകൂ എന്ന് ഉപപ്രധാനമന്ത്രി. ശരിയത്ത് നിയമം സ്വീഡന് ബാധകമല്ലെന്നും മുന്നറിയിപ്പ്. ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരെ പീഡിപ്പിച്ചവർ യൂറോപ്പിനെ ഇല്ലാതാക്കുന്നുവെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ കൺവീനർ ജെ നന്ദകുമാർ ജനം ടിവിയോട്. മാധ്യമങ്ങളെ കാണാൻ മോഹൻലാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രതികരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം പ്രതികരിക്കാൻ എത്തുന്നത് ഇതാദ്യം. മുകേഷ് വിഷയത്തിൽ മൗനം പാലിച്ച് CPM. MLA-ക്കെതിരായ നടപടി ചർച്ച ചെയ്യാൻ സംസ്ഥാന സമിതി ഇന്ന്. കൊല്ലത്തെ നേതാക്കളുടെ അഭിപ്രായം ആരായും. രാജി ആവശ്യം അംഗീകരിച്ചേക്കില്ല. ആശുപത്രികളിൽ സുരക്ഷ എത്ര? സംവിധാനം വ്യക്തമാക്കാൻ സംസ്ഥാനത്തിന് കത്ത് നൽകി കേന്ദ്രം. ആരോഗ്യ പ്രവർത്തകരുടെ കാര്യങ്ങളും വിശദമാക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്നു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര തീരമേഖലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. പാരാഒളിമ്പിക്സിൽ ഇന്ത്യൻ കുതിപ്പ്. രണ്ടാം ദിനം 1 സ്വർണമടക്കം 4 മെഡലുകൾ. 10 മീറ്റർ എയർ റൈഫിളിൽ സ്വർണം നേടി അവനി ലക്വാര. അപ്പം ഈ വാർത്തകളുടെ ചൂടുള്ള ലോകത്തേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ സ്ഥിരം പ്രേക്ഷകരെല്ലാം നമ്മോടൊപ്പം പുത്തൻ പുലരിയിൽ എത്തിയിട്ടുണ്ട്. എല്ലാവരും നമ്മളോട് നമസ്തേ പറഞ്ഞിട്ടുണ്ട്. PRP കുറുപ്പുണ്ട്, മുരളീധരൻ, വിപിൻ വെള്ളിയാട്ട്, അദ്ദേഹത്തിൻ്റെ പേര് പ്രകാശൻ വേലിക്കുട്ടി. ഓക്കെ, അദ്ദേഹം എല്ലാവരും ഉണ്ട്. ഉഷാജിയുണ്ട്. ഓക്കെ, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരാണ് ഇവരെല്ലാവരും. അതെ. ഇനി ഇപ്പോൾ ഇങ്ങനെ കത്തി ചൂടോടെ നിൽക്കുന്നൊരു വിഷയമാണല്ലോ ഈ സിനിമാ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം വന്ന ചില വെളിപ്പെടുത്തലുകളൊക്കെയാണ് ഇപ്പോൾ വലിയ സജീവ ചർച്ചയായി നിൽക്കുന്നത്. മാഫിയ ഗ്രൂപ്പാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നതെന്നാണ് സംവിധായകൻ രാമസിംഹൻ പറയുന്നത്. ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ B ഉണ്ണികൃഷ്ണൻ ഗുണ്ടാസംഘ തലവനാണെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ചർച്ചകൾ വേണമെന്ന് രാമസിംഹൻ ജനം ടിവിയോട് പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള ചലച്ചിത്ര ലോകത്ത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. പല നടന്മാർക്കും സംവിധായകർക്കുമെതിരെ പല രീതിയിലുള്ള ആരോപണങ്ങളുമായി നിരവധി ആളുകൾ രംഗത്ത് വന്നു. ഈ ഘട്ടത്തിൽ മലയാള ചലച്ചിത്ര രംഗത്ത് ഒരുപാട് കാലത്ത് പ്രവർത്തിച്ച് പരിചയമുള്ള ശ്രീ രാമസിംഹൻ നമ്മോടൊപ്പം ചേരുകയാണ്. ഇഷ്യൂസ് പലപ്പോഴും ഉണ്ടാവും. ഇപ്പം സിനിമയുടെ കൂടെ സെക്സ് സിനിമയുടെ കൂടെ തന്നെ ഉള്ളതാണ്, നമുക്കത് നിഷേധിക്കാനൊന്നും പറ്റില്ല. പക്ഷേ ഇതുപോലെ ആക്രമണങ്ങൾ ഞങ്ങൾ കണ്ടിട്ടില്ല. റേപ്പ് ചെയ്യുക, അതല്ലെങ്കിൽ മെമ്പർഷിപ്പിന് വേണ്ടി പങ്കിടണമെന്ന് പറയുക, അത്തരത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അതൊക്കെ അവിടെ ഒന്നുകിൽ പ്രൊഡ്യൂസറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ് എന്തെങ്കിലും ഇഷ്യൂസ് തീർക്കും. അതായത് ആർട്ടിസ്റ്റുകൾ ഇതിനു മുമ്പ് പരാതിയൊക്കെ നൽകി, താങ്കൾക്ക് ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട് ആർട്ടിസ്റ്റുകൾ? അന്നൊന്നും ഇങ്ങനത്തെ രീതി ഇല്ലെന്നേ. കാരണം എനിക്ക് അറിയാവുന്ന കാര്യത്തിൽ അന്ന് സ്ത്രീകളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരു ഇത് ഞങ്ങളുടെ ഒന്നും സെറ്റിൽ ഉണ്ടായിട്ടില്ല, എവിടെ ഉണ്ടായിട്ടില്ല. അതായത് പരസ്പര ധാരണയോട് കൂടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുണ്ടാവും. അതല്ലാതെ മറ്റു രീതിയിലൊന്നും എവിടെയും. ഇതിൻ്റെ പുറകിലുള്ളത് മിക്കവാറും ഈ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് മാനേജർ, ഈ തരത്തിൽ അവരാണിത് അറേഞ്ച്മെൻറ്റ് ചെയ്യുന്നത്. അവരാണ് ഈ പറയുന്നത് അഡ്ജസ്റ്റ്മെൻറ്റ് പറ്റുമോ, അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആദ്യമേ അവരങ്ങനെ തയ്യാറാക്കി കൊണ്ടുവരുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവും. പിന്നെ അന്നൊക്കെ സിനിമയിൽ ഇതേപോലെ സിനിമയിൽ പെൺകുട്ടികളെ വെച്ചിട്ട് നിർമ്മാതാക്കളെ പിടിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇല്ല എന്ന് പറയാൻ പറ്റില്ല.
കാരണം ഒരു നിർമ്മാതാവ് വരുന്നത് ഞാൻ പണം മുടക്കി കഴിഞ്ഞാൽ എനിക്കെന്തെങ്കിലും ഗുണം കിട്ടണ്ടേ എന്നുള്ള രീതിയിൽ വരുന്ന ആൾക്കാരുണ്ട്. പിന്നീട് ഈ പറയുന്ന ഗൾഫ് മണിയും ഹവാല പണവും ഒക്കെ ഇതിൻ്റെ അകത്തേക്ക് വന്നപ്പോഴാണ് ഇതിനകത്ത് കഞ്ചാവും ലഹരിയും ഈ പറയുന്ന റേപ്പും ഒക്കെ വന്നത് അടുത്ത കാലത്താണ്. അതാണ് പ്രധാനപ്പെട്ട മറ്റൊരു വിഷയം. ഈ ലൈംഗിക വിഷയങ്ങൾ, അതിക്രമങ്ങളൊക്കെ ഉണ്ടാവുന്നു എന്ന് പറയുന്ന അതേ റിപ്പോർട്ടിൽ തന്നെ ഈ ലഹരി വിഷയങ്ങൾ, ഡ്രഗ്സിന്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് വേണ്ട രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ ഈ സമയത്ത്. അതും ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഈ പറയുന്ന സെക്സിനേക്കാളും ഉപരിയായിട്ട് ഇപ്പം നിലവിലുള്ളത് ലഹരിയുടെ ഉപയോഗമാണ്. കാരണം ഓരോ ചെറിയ നടനും കാരവൻ ഉണ്ടാവും. ആ കാരവനത്ത് ലഹരി ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവരും പറയുന്നു ഒരു ഷോട്ട് കഴിഞ്ഞാൽ നേരെ പോകുന്നു, പിന്നെ നടനെ അടിച്ചിട്ട് അതല്ലെങ്കിൽ വലിച്ചിട്ട് പിന്നെ കാല് പിടിക്കണം. ഞാൻ കണ്ടിട്ടുണ്ട് അസിസ്റ്റന്റ് സാർ ഷോട്ട് റെഡി സാർ എന്ന് പറഞ്ഞിട്ട് കാല് പിടിച്ചാലേ ഇവർ വരുള്ളൂ. പണ്ട് അങ്ങനെയല്ല. സിനിമ നടക്കുമ്പോൾ ലൊക്കേഷനിൽ എല്ലാവരും ഇരിക്കും. അതുപോലെ ഫെഫ്കയെ പോലൊരു കൊള്ളസംഘം വേറെ ഇല്ല. ഫെഫ്ക കാർഡുള്ളവർക്ക് ഒരു റേറ്റ്, ഒരേ പണിയാണ് ചെയ്യുന്നത്. 6 മണി രാവിലെ 6 മണി മുതൽ വൈകിട്ട് 12 മണി വരെ ജോലി ചെയ്താലും ഫെഫ്ക കാർഡുള്ളവർക്ക് ഒരു റേറ്റ്, ഫെഫ്ക കാർഡില്ലാത്തവർക്ക് അടിമയാണ്. അവർ പറയുന്ന റേറ്റാണ്. അപ്പോൾ ഇവർ പറയുന്നത് നമ്മളിപ്പോൾ സഖാക്കളാണ്. ഇപ്പം ബി ഉണ്ണികൃഷ്ണൻ മുതൽ രഞ്ജിത്ത് ഇതൊക്കെ ഒരു സഖാക്കളുടെ സെറ്റപ്പാണ്. അതെ, ഈ അമ്മ ഇപ്പോൾ പിരിച്ചുവിട്ടു, പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ റിസൈൻ ചെയ്തു. അപ്പോൾ ഫെഫ്ക രഞ്ജിത്തിനെയൊക്കെ സംരക്ഷിക്കുന്നതിന്റെ നിലപാട് ഫെഫ്കയുടെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അതും ഈ ഫെഫ്കയും പിരിച്ചുവിടുക അല്ലെങ്കിൽ മറ്റൊരു ഭരണസമിതി തലപ്പത്തേക്ക് വരണമെന്ന അഭിപ്രായമാണോ? ആദ്യം ഇറങ്ങി പോകേണ്ടത് ബി ഉണ്ണികൃഷ്ണനാണ്. തുറന്ന് ഞാൻ പറയാം. അത് ഈ ഗുണ്ടകളുടെ നേതാവ് ആരാന്ന് വെച്ചാൽ ഞാനങ്ങനെ പറയുന്നതിന് കാരണം എൻ്റെ അടുത്ത് ഗുണ്ടായിസം കാണിച്ചിട്ടുണ്ട്. ആ അനുഭവം എന്ന് പറയാൻ പറ്റുമോ? അതായത് 2009 തിലകനെ ഇവർ വിലക്കുന്നത്. അപ്പോൾ ആ വിലക്കുന്ന സമയത്താണ് ഞാൻ അച്ഛൻ എന്ന് പറഞ്ഞ സിനിമ തിലകനെ വെച്ച് ചെയ്യുന്നത്. ഞാൻ സിനിമ അനൗൺസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആദ്യത്തെ ആക്രമണം എൻ്റെ വീട്ടിലുണ്ടായി. എൻ്റെ വണ്ടിക്ക് കല്ലെറിഞ്ഞ് എൻ്റെ വണ്ടി തകർത്തു. അത് കഴിഞ്ഞ് ഞാൻ ഈ സിനിമ ചെയ്ത് ആ സിനിമ ഇവർ പുറത്ത് റിലീസ് ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണൻ്റെ തിട്ടൂരാണത്. ബി ഉണ്ണികൃഷ്ണൻ ടീമാണ് ഇത് കളിക്കാൻ പാടില്ലെന്ന്. പക്ഷെ അവസാനം ഞാനും കുടുംബവും അവിടെ പോയിട്ട് സത്യാഗ്രഹം ഇരിക്കും KSFDCയുടെ മുമ്പിൽ എന്ന് പറഞ്ഞൊരു ഘട്ടത്തിലാണ് 4 തിയേറ്റർ തരുന്നത്. ഈ 4 തിയേറ്റർ തന്നിട്ട് ഈ അവിടുത്തെ അന്നത്തെ MD തിയേറ്ററോട് പറഞ്ഞ് 2 ദിവസം കൂടുതൽ ഈ പടം ഓടിക്കരുത്. തിലകൻ്റെ പടം 2 ദിവസത്തിൽ കൂടുതൽ ഓടിക്കരുത്. തിരുവനന്തപുരത്ത് ഓടിക്കാൻ സമ്മതിച്ചില്ല. ഇതൊക്കെ ഉണ്ടായ അതേപോലെ അത് കഴിഞ്ഞിട്ട് എന്നെ ഇവർ ചർച്ചയ്ക്ക് വിളിച്ചു. ചർച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ കാരണം കാണിക്കണം, എന്നെ സസ്പെൻഡ് ചെയ്യാതിരിക്കാനാണ്. അവിടെ ചെന്നപ്പം ഗുണ്ടായിസായിരുന്നു, അടിക്കാൻ വേണ്ടി ഇറങ്ങി. അവസാനം ഞാൻ പറഞ്ഞു, ഫെഫ്കയുടെ ഓഫീസ് പറഞ്ഞു നിങ്ങൾക്ക് അടിക്കണം എന്നുള്ള റോട്ടിലേക്ക് ഇറങ്ങാൻ പറഞ്ഞു. ബി ഉണ്ണികൃഷ്ണനുണ്ട്, ഇവരുടെ കൂടെയുള്ള ഗുണ്ടകളുണ്ട്. ഞാൻ അങ്ങനെ തന്നെ പറയും, ഗുണ്ടകളുണ്ട്. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്ന പവർ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ മാഫിയ ടീം എന്ന് പറയുന്ന സംഘത്തിലാണ് തന്നെയാണ്. അതായത് ഫെഫ്കയെ നിയന്ത്രിക്കുന്ന ആരാ? ഒന്നുകിൽ ബി ഉണ്ണികൃഷ്ണൻ വരും, അല്ലെങ്കിൽ CB മലയിൽ വരും. ബി ഉണ്ണികൃഷ്ണൻ പോയാൽ CB മലയിൽ വരും, CB മലയിൽ പോയാൽ CB ഉണ്ണികൃഷ്ണൻ. മമ്മൂട്ടി മോഹൻലാൽ അല്ലാതെ വേറെ ആരാ? പിന്നെ ഇന്നസെന്റ്. ഈ ഒരു ഗ്രൂപ്പ് പറയുന്നത് പോലെ ഇവർക്കൊരു തീരുമാനം എടുക്കണം, ഇവർ ഒരുമിച്ച് തീരുമാനം എടുക്കണം. ഇപ്പം ഫെഫ്കയും ഫെഫ്കയും അമ്മയും രണ്ടാക്കാൻ പറ്റുമോ? ഇപ്പം സർക്കാർ ഇതിൻ്റെ അകത്ത് പെട്ടിട്ടുണ്ട്. ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ഇനി ആരൊക്കെ ഉണ്ട് അവിടെയാണ്. അതുകൊണ്ടാണ് ഈ അമ്മയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ ഒറ്റയടിക്ക് രാജിവെച്ച് എല്ലാവരും പോകണമെങ്കിൽ അതിനകത്ത് നമ്മൾ വിചാരിക്കുന്ന ബോംബല്ല ഉള്ളത്, ആറ്റം ബോംബ് തന്നെ ഉണ്ട്. ആ ബോംബ് പൊട്ടുമ്പം ചിലപ്പോൾ പല വലിയ തലകളും ഉരുളാൻ ചാൻസ് ഉണ്ട്. ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുള്ളത് പോലെ പവർ ഗ്രൂപ്പ് അല്ല, മാഫിയ സംഘം മലയാള സിനിമയുടെ തലപ്പത്ത് അല്ലെങ്കിൽ അതിൻ്റെ സംഘടനകളുടെ തലപ്പത്തുണ്ട് എന്നാണ് രാമസിംഹൻ പറയുന്നത്. അത് ബി ഉണ്ണികൃഷ്ണനൊക്കെതിരെ വലിയ രീതിയിലുള്ള വിമർശനമാണ് അദ്ദേഹം മുന്നോട്ടേക്ക് വെക്കുന്നത്. ക്യാമറമാൻ സന്തോഷിനൊപ്പം ഗോകുൽ കെ വേണുഗോപാൽ, ജനം, കോഴിക്കോട്. ഇത് ഈ വിഷയത്തിൽ നമുക്ക് കൂടുതൽ ചർച്ച ആവശ്യപ്പെടുന്നത്. അതുപോലെ അദ്ദേഹം വളരെ പ്രസക്തമായ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചു. ഒരു ബോംബ് പൊട്ടിയതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞു നിർത്തിയത് തന്നെ. ഗോകുൽ ചേരുന്നുണ്ട് നമ്മോടൊപ്പം. സുധീഷും കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ഗോകുൽ, അദ്ദേഹം പറയുന്നത് ചില തുറന്നു പറച്ചിലുകളാണ്. അതായത് സിനിമയിൽ നിന്ന് ഒരു പക്ഷേ സജീവമായി നിൽക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ വെല്ലുവിളിച്ചുകൊണ്ട് സിനിമ എടുത്ത ആളുകൾക്കൊക്കെയാണ് ചില കാര്യങ്ങൾ പറയാനും പറയാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ പുറത്തു വന്ന പല കാര്യങ്ങളുടെയും പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായും ഈ മലയാള സിനിമയിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ച്, മാഫിയ ഗ്രൂപ്പിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എന്താണ്? വീണ, രജനി
ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം സിനിമാ ലോകത്ത് നടക്കുന്ന ലൈംഗിക വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അവിടെയുള്ള സ്ത്രീകളോ അല്ലെങ്കിൽ മറ്റു ആളുകളൊക്കെ നേരിടുന്ന ലൈംഗിക പ്രശ്നങ്ങളെക്കുറിച്ച് അവർ നേരിടുന്ന അടിച്ചമർത്തലിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകൾ സജീവമാണ്. എന്നാൽ സമാന രീതിയിൽ തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സിനിമാ ലോകത്ത് പിടിമുറുക്കിയിട്ടുള്ള ലഹരി മാഫിയയെ കുറിച്ചുള്ള വിവരങ്ങൾ ചലച്ചിത്ര ലോകത്ത് തന്നെയുള്ള നിരവധി ആളുകൾ പങ്കുവച്ചിട്ടുണ്ട്, ഉന്നയിച്ചിട്ടുണ്ട്. പക്ഷെ അതൊന്നും കാര്യമായ രീതിയിൽ ചർച്ച ചെയ്യുകയോ അതിനൊരു പരിഹാരം കാണുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ഈ ലൈംഗിക വിഷയത്തോടൊപ്പം തന്നെ സ്ത്രീകൾ നേരിടുന്ന വിഷയത്തോടൊപ്പം തന്നെ ഒരു സമൂഹത്തെ ആകെ കാർന്നു തിന്നാൻ കെൽപ്പുള്ള ശക്തികൾ ഡ്രഗിന്റെ രൂപത്തിൽ, ലഹരി മരുന്നിന്റെ രൂപത്തിൽ സിനിമാ മേഖലയിൽ പിടിമുറുക്കിയിട്ടുണ്ട് എന്നുള്ളത് ഗൗരവകരമായ വിഷയം തന്നെയാണ്. അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിച്ചു എന്നിരിക്കെ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനോ ഒരു വാക്കുപോലും മിണ്ടാനോ സിനിമാ ലോകത്തുള്ള ആരും തയ്യാറാവുന്നില്ല എന്നൊരു സാഹചര്യത്തിലാണ് രാമസിംഹനെ പോലെയുള്ള ആളുകൾ മുന്നോട്ടേക്ക് വരുന്നത്. അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ കൂടിയാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ പങ്കുവെക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം നിരവധി വർഷങ്ങളോളം പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന് സിനിമാ ലോകത്ത്. അദ്ദേഹം ഇത്തരത്തിലുള്ള ഈ ലഹരി മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിട്ടുള്ള ആളുകളാണ്. ഈ ഗുണ്ടാ സംഘത്തലവൻ എന്നൊക്കെ പറയുന്ന ബി ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെട്ട് നിരവധി തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതിനെ അതിജീവിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ആളാണ്. അപ്പൊ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക്, അദ്ദേഹത്തിന്റെ തുറന്നു പറച്ചിലുകൾക്ക് വലിയ രീതിയിലുള്ള പ്രാധാന്യം നൽകേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാര്യം. കാരണം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ ഒരു മേഖല കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഒരു പ്രശ്നം കേന്ദ്രീകരിച്ചു മാത്രമാണ് ഇപ്പോൾ പ്രശ്നം മുന്നോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോരാ, അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും ആ മേഖലയിൽ സംഭവിക്കുന്നുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആ കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യണം എന്നുള്ളത് പ്രസക്തമായ ഒരു കാര്യമായിട്ട് ഈ രാമസിംഹൻ എടുത്തു പറയുന്നു. ഇത് രാമസിംഹന്റെ മാത്രം വാദമല്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചെറിയ രീതിയിലെങ്കിലും ഈ മലയാള സിനിമയിലെ ലഹരി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ചർച്ചകൾ ഉയർന്നു വന്ന സമയത്ത് അമ്മയുടെ തലപ്പത്തിരിക്കുന്ന, അമ്മ എന്ന് പറയുന്ന സംഘടനയുടെ അന്ന് തലപ്പത്തിരിക്കുന്ന ആളുകളൊക്കെ പ്രതികരിച്ചതും മറ്റുമാണ്. നമുക്ക് ഓർമ്മയുണ്ട്, ടിനി ടോം ഒക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്. തന്റെ മകന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകിയിരുന്നു, എന്നാൽ അവസരം ലഭിച്ചിരുന്നു, എന്നാൽ തന്റെ ഭാര്യ മകനെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിടേണ്ടിയില്ല എന്നൊരു കാര്യം പറഞ്ഞ് തന്റെ മകന് ലഭിച്ച അവസരത്തെ വിലക്കിയിരുന്നു. അതിന് കാരണം ഈ ലഹരി മാഫിയ ഈ മേഖലയിൽ പിടിമുറുക്കിയതുമായി ബന്ധപ്പെട്ട് തനിക്കുള്ള അറിവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ച് തന്റെ ഭാര്യയ്ക്കുമുള്ള അറിവാണ് എന്ന് പറഞ്ഞിരുന്നു. അതായത് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു വ്യക്തി തന്റെ മകനെ സിനിമയിൽ അഭിനയിക്കാൻ വിടാതിരിക്കാൻ മാത്രം പ്രാധാന്യമുള്ളൊരു വിഷയമായി, ഗൗരവമുള്ളൊരു വിഷയമായി അത് നിലനിൽക്കുമ്പോഴും അത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അതായത് ഈ സിനിമാ മേഖലയിൽ ലൈംഗിക വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട്, സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് സിനിമയിൽ അഭിനയിക്കാൻ സാധിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്ന് പറയുന്ന അതേ തീവ്രതയോടുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഒരാളുടെ മകന്, മകള്, ബന്ധുവിന് സിനിമയിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നു, എന്നാൽ അങ്ങോട്ടേക്ക് പോകാൻ ഭയമാണ്. അതിന് കാരണം ഈ ലഹരി മാഫിയ ഈ മേഖലയിൽ പിടിമുറുക്കിയതാണ് എന്ന് തുറന്നു പറഞ്ഞു ഒരു സിനിമാ നടൻ, പ്രധാനപ്പെട്ട ഒരു സിനിമാ നടൻ എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ട് വലിയ തോതിലുള്ള ചർച്ചകളൊക്കെ ആ കാലഘട്ടത്തിൽ സജീവമായിരുന്നു. ശ്രീനിവാസന്റെ മകനായിട്ടുള്ള ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു, ലഹരി മരുന്ന് ആരുടെയും വായിലേക്ക് കുത്തിക്കയറ്റാനൊന്നും ആരും വരില്ല. ഈ സാധനങ്ങൾ, ഈ സംവിധാനങ്ങൾ, ലഹരി മരുന്ന്, അത്തരത്തിലൊരു മാഫിയ ഈ സിനിമാ മേഖലയിൽ ഉണ്ട് എന്ന് തന്നെയാണ്. കുത്തിക്കയറ്റാൻ വരില്ല, ആരെങ്കിലുമൊക്കെ താല്പര്യപൂർവ്വം ഉപയോഗിച്ചാൽ മാത്രമേ അതിന് നമ്മൾ അടിമപ്പെടുകയോ അല്ലെങ്കിൽ നമ്മൾ അതിന്റെ ഭാഗമാവുകയോ ചെയ്യുകയുള്ളൂ എന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു. ഈ പുതുമുഖ താരങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടക്കുന്നത് എന്നാണ് രാമസിംഹൻ പറഞ്ഞു വെക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കേണ്ടതുണ്ട്. ഈ മട്ടാഞ്ചേരി മാഫിയ എന്ന പേരിലുള്ള ഒരു സംവിധാനത്തെക്കുറിച്ച് അല്ലെങ്കിൽ മാഫിയെക്കുറിച്ച് കാലങ്ങളായി ചർച്ചകൾ നടക്കുന്നതാണ്. പക്ഷെ അതിനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നില്ല, അത് ആരിലേക്കും കേന്ദ്രീകരിക്കുന്നില്ല. ഒരു വിഷയം പുറത്തു വരുന്ന സമയത്ത് അത് സിനിമാ മേഖലയിലെ 2-3 ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് തീരുന്നു. കഴിഞ്ഞ വർഷമൊക്കെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഈ വിഷയം വ്യാപകമായി ചർച്ച ചെയ്തപ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഒരു തീരുമാനമെടുത്തിരുന്നു. ലഹരി മരുന്ന് ഉപയോഗിക്കുന്ന അംഗങ്ങൾ ആരുടെയെങ്കിലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം ആ സിനിമയുടെ നിർമ്മാതാവിന് മാത്രമായിരിക്കും. അതിനപ്പുറത്തേക്ക് വലിയ രീതിയിലേക്ക് ഇതുവരെ കണ്ടെത്താനുള്ള നടപടിയിലേക്ക് കടക്കുമെന്ന് പറഞ്ഞു. അതോടൊപ്പം ഗോകുൽ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം വളരെ പ്രസക്തമാണ്. അതായത് ആരാണ് ഈ സിനിമയിൽ സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോരുത്തരുടെയും വീടുകളിൽ ചെന്ന് ലഹരി ഉപയോഗം തീർച്ചയായും തെറ്റ് തന്നെയാണ്. പക്ഷേ അത് നമുക്ക് അവരുടെ സ്വകാര്യതകളിലേക്ക് കടന്നു ചെന്നുള്ള പരിശോധനകളല്ല. ഒരു വർക്ക് പ്ലേസ് ഉണ്ടെങ്കിൽ അവിടെ അത് ഉപയോഗിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരൻ അല്ലെങ്കിൽ ഉത്തരവാദിത്വം ആർക്കാണെന്ന് ചോദിച്ചാൽ ആ ഒരു സെറ്റിന് മുഴുവൻ ഉത്തരവാദിത്വമുണ്ട്. അതിന്റെ നായകനായ പ്രൊഡ്യൂസർ. എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഇപ്പോൾ ഗോകുൽ സൂചിപ്പിച്ച പോലെ, രാമസിംഹൻ സൂചിച്ചതുപോലെ തന്നെയാണ്
അത് പ്രൊഡ്യൂസറുടെ തലയിൽ കെട്ടിവെക്കുക അല്ലെങ്കിൽ സംവിധായകന്റെ തലയിൽ കെട്ടിവെച്ചാൽ ആ ഒരു വാർത്ത അങ്ങ് മുക്കിക്കളയുക, ആ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു. പക്ഷെ നമുക്ക് മുൻപുള്ള കാര്യങ്ങളൊക്കെ തന്നെ അറിയാം. എത്ര സിനിമാ നടന്മാരാണ് ഇങ്ങനെ ലഹരി ഉപയോഗിക്കുന്നത്, അതൊന്നും പുറത്തു വരുന്നുമില്ല. ചിലരൊക്കെ തന്നെ ഈ ജയിലിലാവുകയും പോലീസ് പിടിച്ചുകൊണ്ട് പോവുകയും ആ ഒരു കേസിലേക്ക് ഒതുങ്ങുകയോ ചെയ്യുന്നു. പിന്നെ മറ്റൊന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട്, ഇത് മട്ടാഞ്ചേരി മാഫിയാണ്, ആ പേര് എടുത്ത് തന്നെ പറയണം എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് പിന്നെ സുധീഷിനോട് ചോദിക്കാം അല്ലേ. സുധീഷ് ഗോപാൽ കൂടെ കൊച്ചിയിൽ നിന്ന് ചേരുന്നുണ്ട്. സുധീഷ്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ അതിൽ പറയുന്ന ഒരു വ്യക്തമായ ഒരു കാര്യമാണ്, ലഹരി ഉപയോഗിക്കുന്ന നടന്മാർ അതിൽ ഈ മലയാള സിനിമയുടെ ഭാഗമാണ്. ലഹരി ഉപയോഗിച്ചതിന് ശേഷമാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികളിലേക്കൊക്കെ തന്നെ കടക്കുന്നതെന്ന്. അതായത് സെറ്റുകളിൽ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ലഹരി ഉപയോഗിച്ച ശേഷമാണ് അവർ അഭിനയിക്കുന്നത് എന്ന രീതിയിലാണ്. ഇപ്പോൾ ഈ നമ്മുടെ രാമസിംഹൻ എന്ന സംവിധായകൻ, സത്യസന്ധനായ രാജ്യസ്നേഹിയായ സംവിധായകനായ രാമസിംഹൻ പറയുന്ന ഒരു കാര്യവും ഇത് തന്നെയാണ്, ഇതിനെ ഒന്നും നിയന്ത്രിക്കാനായിട്ട് ആരുമില്ല എന്നുള്ള കാര്യം. മട്ടാഞ്ചേരി മാഫിയ എന്ന് നമ്മുടെ പ്രേക്ഷകർ പറയുന്നു. അത് പറഞ്ഞ് വയ്ക്കാതെ സിനിമാ ലോകവും അത് അംഗീകരിക്കുന്നതാണ്. രജനി, മട്ടാഞ്ചേരി മാഫിയ എന്ന് പറയുമ്പോൾ കേവലം അത് ലഹരി മാത്രമല്ല, കൃത്യമായ അജണ്ടയോടുകൂടി സിനിമയെ സമീപിക്കുന്ന ഒരു വിഭാഗമാണ്. അതിൻ്റെ ശക്തി നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്നു എന്ന് തന്നെ നമുക്ക് കാണാനും കഴിയും. ഇതേ സാഹചര്യത്തിൽ തന്നെ കൊച്ചിയിലെ സിനിമാ സെറ്റുകളിലടക്കം ലഹരിയുടെ ഉപയോഗം അത് ഗണ്യമായി വർദ്ധിച്ചു. ലഹരി ഉപയോഗിക്കുന്ന യുവ നടന്മാരുടെ എണ്ണം കൂടി വരുന്നു. അതിലുപരിയായി അത് വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക്, സ്ത്രീകൾക്ക് എതിരെയുള്ള അക്രമങ്ങൾക്കും മറ്റും കാരണമായി മാറുന്നു എന്നതും വളരെ ശരിയായ സംഭവമാണ്. ഇതേ സാഹചര്യത്തിൽ പല സിനിമയുടെയും ഷൂട്ടിംഗ് പാക്കപ്പ് ഫംഗ്ഷനുകളിലും മറ്റും വലിയ രീതി പരസ്യമായി തന്നെ ലഹരി ഉപയോഗിക്കുന്ന സാഹചര്യവും നിലനിൽക്കുന്നു. ഇതിനെതിരെ ഒരു നടപടിയും കൃത്യമായി ഉണ്ടാവുന്നില്ല. ചില നടപടികൾ നേരത്തെ എക്സൈസും പോലീസും ഒക്കെ എടുത്തപ്പോഴും അത് ചെറുമീനുകൾ കൊണ്ട് അത് അവസാനിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. മുന്നോട്ടുള്ള പിന്നീടൊരു തുടർ പ്രവർത്തനങ്ങളോ തുടരന്വേഷണമോ ഒന്നും തന്നെ ഉണ്ടായില്ല. അതാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി പറയാവുന്നത്. പിന്നെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം അത് അമ്മയിൽ പിടിമുറുക്കുന്നതിന് വേണ്ടിയുള്ള ആസൂത്രിതമായി അതിനെ ഉപയോഗിക്കുക എന്ന ഒരു ലക്ഷ്യം മട്ടാഞ്ചേരി മാഫിയയ്ക്ക് ഉണ്ട് എന്നതാണ് സിനിമാ മേഖലയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിൻ്റെ പ്രധാനമായ കാര്യങ്ങൾ, അവർ ഒരു സിനിമയെ സമീപിക്കുമ്പോൾ നേരത്തെ മുതൽ തന്നെ പുഴു സിനിമയിൽ അടക്കം നമ്മൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചതാണ്. അനാവശ്യമായി ചില വിശ്വാസങ്ങളെ കുറിച്ച് പരാമർശിച്ച് അത് മോശമായി ചിത്രീകരിക്കുക, അതിലുപരി ചില നടന്മാരെ ഇല്ലെങ്കിൽ ആ നടന്മാരുടെ പഴയകാല കഥാപാത്രങ്ങളെയൊക്കെ മോശമായി ചിത്രീകരിച്ചുകൊണ്ട് പ്രത്യേക സന്ദേശം സമൂഹത്തിലേക്ക് നൽകുക, ആ ലക്ഷ്യത്തോടെ സിനിമ എടുക്കുക, അതിൽ ലാഭത്തേക്കാൾ ഉപരി ഇത്തരം ലക്ഷ്യങ്ങൾ എത്തിക്കുക എന്നതിന് പ്രാധാന്യം കൊടുക്കുക. അതിൻ്റെ ഫണ്ടിങ് തന്നെ വിദേശത്തു നിന്നുള്ള ഫണ്ടിങ് വരുന്നു. ഇത്തരം കാര്യങ്ങളെല്ലാം ചേരുന്നതാണ് മട്ടാഞ്ചേരി മാഫിയ. അതിപ്പോഴും സജീവമായി തന്നെ നിൽക്കുമ്പോൾ ഇപ്പോഴത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്നുള്ള ചർച്ചകൾ അത് പ്രത്യേക രീതിയിൽ വഴിതിരിച്ച് വിട്ടുകൊണ്ട് അമ്മയിലും സിനിമാ മേഖലയിൽ ഒട്ടാകെ തന്നെ, അത് ഫെഫ്കെ ആയാലും സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട വിവിധ സംഘടനകളിൽ താങ്കൾക്ക് താല്പര്യമുള്ളവരെ ഇല്ലെങ്കിൽ താങ്കൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നവരെ അതിൻ്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയുള്ള നീക്കം നടക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന ഒരു ആക്ഷേപം. അതിനെ സാധൂകരിക്കുന്നതായ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായത്. ഇന്നലത്തെ ചിലരുടെ രാജിയും എല്ലാം അതിനെ സാധൂകരിക്കുന്നത് തന്നെയാണ്. അപ്പോൾ അവർ ഉന്നയിക്കുന്ന കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ശരിയായ കാര്യങ്ങൾ തന്നെ ഉന്നയിച്ചുകൊണ്ട് അതിനെ ശരിയായ വ്യക്തികൾ എന്നുള്ളവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുക, അതിലൂടെ ചിലരെ തകർക്കുക, അതിനുശേഷം ഇതിലേക്ക് പിടിമുറുക്കുക, മറ്റു ചിലരെ മുൻനിർത്തി, മഹാഭാരതത്തിലും മറ്റും ശിഖണ്ഡിയെ മുൻനിർത്തി എന്ന് പറയുന്നതിന് സമാനമായ രീതിയിൽ തന്നെ ചിലരെ മുൻനിർത്തിക്കൊണ്ട് ഇവർ പിന്നിലിരുന്ന് കളിച്ച് ജയിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് മട്ടാഞ്ചേരി മാഫിയ ഇപ്പോൾ കരുക്കൾ നീക്കുന്നത്. അതിൻ്റെ കൃത്യമായ അനുഭവങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ളതും അത് തുടർന്ന് വിജയകരമായി തന്നെ നടപ്പാക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തോടെ തന്നെ അവർ മുന്നോട്ട് പോകുമ്പോൾ മറുചേരിയിലുള്ളവർ തമ്മിലടിച്ച് തകരുന്ന ഒരു കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നതും. രജനി, ഒപ്പം ഒരു ചോദ്യം കൂടെയുണ്ട്. കാരണം ഈ രാമസിംഹൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യമുണ്ട്. ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ ബി ഉണ്ണികൃഷ്ണൻ ഒരു മാഫിയ, ഒരു ഗുണ്ടാത്തലവനെ പോലെയാണ് വാഴ്ന്നുകൊണ്ട് പോകുന്നത്. നമുക്ക് ഇന്നലെ ആഷിഖ് കപൂർ രാജിവെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അതിന് തിരിച്ചു പറഞ്ഞിട്ടുള്ളത് ആഷിഖ് കപൂർ പറയുന്നതൊന്നും തന്നെ കാര്യമായിട്ട് എടുക്കേണ്ടതല്ല, മുൻപ് പറഞ്ഞ പല കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനെയല്ല, ഫെഫ്കയും ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് എത്രയോ ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ മീറ്റിംഗ് പോലും കൂടുന്നത്. അതായത് ആദ്യമൊക്കെ അമ്മയുടെ തലയിൽ വെച്ച് കിട്ടുകയായിരുന്നു, അമ്മ മാത്രം മുന്നിൽ നിന്നുകൊണ്ടായിരുന്നു ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. പക്ഷേ എന്തുകൊണ്ട് ഇതിൽ ഉൾപ്പെട്ട ബാക്കിയുള്ള ഈ ഫെഫ്കയിലെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തേക്ക് വരുന്നില്ല, മുന്നിൽ വരുന്നില്ല എന്നുള്ള ചോദ്യം പിന്നീടാണ് ഉയർന്നു വന്നത്. സുധീഷ്,
വീണ അത് തന്നെയാണ് പറഞ്ഞത്. ചില ശരികൾ പറഞ്ഞുകൊണ്ടാണ് ഈ മട്ടാഞ്ചേരി മാഫിയ മുന്നോട്ട് പോകുമ്പോൾ ആ ശരിക്ക് കൂടുതൽ പിന്തുണ നേടിക്കൊണ്ടാണ് പോകുന്നത്. ഇപ്പം ഇന്നലെ തന്നെ ആഷിഖ് അബു പറഞ്ഞതിൽ ചില കാര്യങ്ങൾ ശരിയുണ്ട്. ഇല്ലെങ്കിൽ പൊതുവെ ഉയർന്നു വന്ന ആക്ഷേപം ആദ്യ ദിവസം തന്നെ ഫെഫ്കയുടെ പ്രതികരണം വരുന്നതിലും ഇല്ലെങ്കിൽ അത്തരം വൈകാരികമായ പ്രതികരണങ്ങൾ പാടില്ല എന്ന മുന്നറിയിപ്പ് കൊടുക്കുക, ഇത്തരത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനുമായി ബന്ധപ്പെട്ട ചർച്ചകളെ അപ്പാടെ തടയിടുന്ന ഒരു സമീപനം ഫെഫ്കയിൽ ഉണ്ടായി എന്നത് എല്ലാവരും അംഗീകരിക്കുന്ന, ഇല്ലെങ്കിൽ ഒരുപാട് പേർ ആരോപിച്ച ഒരു കാര്യമാണ്. അത്തരം ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നു. സിനിമയിൽ പ്രതിഫലം ലഭിക്കാതെ വരുമ്പോൾ അതിന് 10% കമ്മീഷൻ വാങ്ങിയിരുന്നു എന്ന് ഫെഫ്കയുടെ ഭാരവാഹികൾ തന്നെ സമ്മതിക്കേണ്ടി വരുന്നു. അതൊക്കെ ചിലർ ഉന്നയിച്ച പരാതികളുടെ ആക്ഷേപങ്ങളുടെ ഭാഗമായി തന്നെ വന്നതാണ്. അത്തരം കാര്യങ്ങൾ ഫെഫ്കയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇല്ലെങ്കിൽ ഒരുത്തനെ വളരെ പ്രയാസപ്പെടുമ്പോൾ അതിൻ്റെ പേരിൽ കമ്മീഷൻ വാങ്ങുന്ന ഒരു സമീപനം, അങ്ങനെ സംഘടനയെ വളർത്തുന്ന ഒരു സമീപനം, അത് നിർബന്ധിച്ച് ഇല്ലെങ്കിൽ സ്വമേധയാ തരുന്നു എന്ന് പറയുമ്പോൾ പോലും അത് ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ഇല്ലെങ്കിൽ അത് നൽകാത്തവർക്ക് ആ സംഘടനയിൽ നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളുണ്ട്. അത്തരം നിരവധി വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഒരു മാടമ്പി സമീപനം ഫെഫ്കയ്ക്കകത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന പരാതികൾ പലരും ഉന്നയിച്ചത് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ആ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോഴും ഈ മട്ടാഞ്ചേരി മാഫിയയുടെ പ്രവർത്തനം അതിൻ്റെ ശരിയാക്കൽ ഇല്ലെങ്കിൽ ആ തിരുത്തലിന് വേണ്ടി എന്നതിനപ്പുറം മറ്റു കൂടുതൽ ലക്ഷ്യങ്ങളിലേക്ക് പോകുന്നു എന്നത് തന്നെയാണ് സിനിമാ മേഖലയിൽ നാളെ വരാനിരിക്കുന്ന വലിയ അപകടത്തിൻ്റെ സൂചനയായി നമുക്ക് പറയാൻ കഴിയുന്നതും. വീണ. ഓക്കെ സുധീഷ്, ഗോകുൽ, നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ തന്നെ പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നതാണ്. പ്രകാശം വേൽക്കുട്ടി പറയുന്നുണ്ട്, വീണാജി ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മട്ടാഞ്ചേരി മാഫിയ സിനിമ എടുക്കുന്നത് പല കാര്യത്തിനുമാണെന്നുള്ളത്. പക്ഷേ ബാബു ചിറ്റത്ത് നേരത്തെ മോളിൽ ചോദിക്കുന്നുണ്ട്, പൂച്ചയ്ക്ക് ആര് മണി കെട്ടും എന്നുള്ളതാണ് ഇപ്പോൾ പ്രശ്നം. ഈ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ട്, ജനം TV ഒക്കെ അത് ചർച്ചയാക്കുന്നുമുണ്ട്, വരുന്ന വിവരങ്ങൾ കൃത്യമായി പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നുണ്ട്. പക്ഷേ എവിടെ നിന്നാണ് ഇതിനൊരു തടയിടാനുള്ള നീക്കങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് ഇപ്പോഴും വ്യക്തമല്ലാത്തത്. നമ്മൾ പ്രധാന വാർത്തയിൽ സൂചിപ്പിച്ച സ്വീഡനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. സ്വീഡിഷ് മൂല്യങ്ങളുമായി പൊരുത്തപ്പെട്ടില്ലെങ്കിൽ ഇസ്ലാം മതസ്ഥർക്ക് രാജ്യത്ത് പ്രവേശനമില്ല എന്ന് സ്വീഡൻ ഉപപ്രധാനമന്ത്രി എബ്ബ ബുഷ് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിന് തയ്യാറല്ലാത്ത മുസ്ലിങ്ങൾ രാജ്യം വിടണം എന്നവർ ഉറപ്പിച്ചു പറയുന്നു. ശരീഅത്ത് നിയമം ഇവിടെ ബാധകമല്ലെന്നും സ്വീഡൻ ഉപപ്രധാനമന്ത്രി പറഞ്ഞു. സ്വീഡനിലും ഡെൻമാർക്കിലും ഖുറാനെതിരായ ആക്രമണങ്ങൾ നടന്ന പശ്ചാത്തലത്തിലാണ് പരാമർശം. അതേസമയം പ്രതിഷേധം തടയാത്തതിലും സ്വീഡനിലെ വ്യക്തി സ്വാതന്ത്ര്യ നിയമങ്ങളും തുർക്കി ഉൾപ്പെടെ നിരവധി മുസ്ലിം രാജ്യങ്ങളെ വ്രണപ്പെടുത്തി എന്നും വിലയിരുത്തലുണ്ട്. ഇതോടെ സ്വീഡനിൽ ഭീകരാക്രമണ ഭീഷണിയും ഉടലെടുത്തിരിക്കുകയാണ്. Sharia-lagar är en god idé, då är du inte välkommen till Sverige. Tycker du att sharia-lagar är en god idé, då bör du inte söka dig till Europa. Det här är en värderingskamp som vi måste ta för att alla muslimer, kristna, ateister och judar ska kunna leva i fred och frihet i Europa framöver. Tycker du att sharia-lagar är en god idé, då är du inte välkommen till Sverige. Tycker du att sharia-lagar är en god idé. സ്വീഡൻ ഉപപ്രധാനമന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്. ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാർത്തയിലേക്ക് തന്നെയാണ് നമ്മൾ വീണ്ടും പോകുന്നത്. ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരെ പ്രീണിപ്പിച്ച് അതിർത്തി കടക്കാൻ അനുവദിക്കുന്ന വഴിപിഴച്ച സമീപനമാണ് യൂറോപ്പ് നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ കൺവീനർ ജെ നന്ദകുമാർ ജനം ടിവിയോട് പറഞ്ഞു. ഏറ്റവും സമാധാനപൂർണ്ണമായ രാജ്യമെന്നറിയപ്പെട്ടിരുന്ന സ്വീഡൻ ഇപ്പോൾ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് കാരണം ബഹുസ്വരത എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന തെറ്റായ കാഴ്ചപ്പാടുകളാണെന്നും ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജെ നന്ദകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് ആദ്യം. ഡെത്ത് ഓഫ് യൂറോപ്പ് മരിക്കുകയാണ്. ആ മരണത്തിൻ്റെ പ്രധാനമായ കാരണം മൾട്ടി കൾച്ചറലിസം എന്ന ഓമന പേരിട്ട് ബഹുസ്വരതയെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരെ വൻതോതിൽ പ്രീണിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് വരാൻ അനുവാദം കൊടുക്കുന്ന ആ അപകടകരമായ സമീപനമാണ് ഈ ഭീകരമായ മരണത്തിന് കാരണം. വി ആർ കമ്മിറ്റിംഗ് എ സൂയിസൈഡ്. പലയിടങ്ങളിലും അത്തരം ഗെറ്റോസ്, ഇസ്ലാമിക് ഗെറ്റോസ് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വീഡൻ 10-20 വർഷം മുമ്പ് ഞാൻ ഓർക്കുകയാണ് ഒരു ലേഖനം വായിച്ചത്, ഹിന്ദുവിൽ വന്നൊരു ലേഖനം. സ്വീഡൻ ഈസ് ദ മോസ്റ്റ് പീസ്ഫുൾ നേഷൻ ഇൻ ദ ഹോൾ വേൾഡ്. ഏറ്റവും സമാധാനപൂർണമായ നാടെന്നാണ് അന്ന് അതിനെക്കുറിച്ചുള്ള സ്ഥാനം. അതായത് സമാധാനത്തിൻ്റെ, ശാന്തിയുടെ സൂചികയിൽ ഏറ്റവും മുകളിലായിരുന്നു. ഇന്ന് സ്വീഡൻ ഏറ്റവും അപകടം പിടിച്ച രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറി. അതിൻ്റെയും കാരണം ഈ വഴിപിഴച്ച, കാഴ്ചപ്പാടില്ലാത്ത, ദൂരദൃഷ്ടിയില്ലാത്ത ആർക്കാണ് ഇത് അനുവദിക്കേണ്ടത്? എപ്പോഴും നമ്മൾ ഹൃദയവിശാലതയുള്ളവരായിരിക്കണം എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ ഹൃദയവിശാലത നിങ്ങൾ ആർക്കാണ്? ഇത് പഴയ അറബിക്കഥയിലെ ഒട്ടകത്തിന് തലവയ്ക്കാൻ ഇടം കൊടുത്ത പോലെയാണ്. ഇന്നവർ തിരിച്ചറിയുമ്പോഴേക്കും
ഒരുപക്ഷെ തിരിച്ച് നടക്കാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ്. പ്രവാഹിലൊക്കെ നോക്കൂ എന്തുമാത്രം അല്ലെ ദേശീയതയും രാജ്യമൂല്യങ്ങളും സംബന്ധിച്ചൊക്കെ നടക്കുന്ന പഠനങ്ങളും വിലയിരുത്തലും പറഞ്ഞ ഒരു കാര്യം പ്രസക്തമാണ്. കാരണം ഇസ്ലാമിക നുഴഞ്ഞുകയറ്റം യൂറോപ്യൻ രാജ്യങ്ങൾ വർദ്ധിക്കുന്നു. അതാണ് ഈ ഭീകരാക്രമണത്തിനും മറ്റ് തീവ്രവാദത്തിനും ഒക്കെ കുടപിടിക്കുന്നത് തന്നെയാണെന്നാണ്. സ്വീഡനിലേക്ക് വരുമ്പോഴാണ് നമുക്കത് കൂടുതൽ അവരുടെ അടുത്ത നിലപാട് സ്വീഡൻ എടുക്കുന്ന നിലപാട് കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അത് കൃത്യമായി ശരിയത്ത് നിയമം നടപ്പാക്കേണ്ടത് അത് ശരി ഇവിടല്ല, ഇവിടെ നമ്മുടെ രാജ്യത്തിന് പുറത്താണ് എന്നൊരു നിലപാടാണ് അവർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. നമുക്ക് ഗൗതം നമ്മുടെ കൂടെയുണ്ട്. ഗൗതമിലേക്ക് പോകാം. ഗൗതം നമസ്തേ. എന്താണ് സ്വീഡനിൽ നടക്കുന്നത് എന്നുള്ളത് ഇപ്പോൾ ശ്രീ ജെ നന്ദകുമാർ ചൂണ്ടിക്കാണിച്ചതുപോലെ യൂറോപ്പിൽ എന്ത് നടക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചന മാത്രമാണ്, അല്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്നത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു പേടിപ്പിക്കുന്ന ഉദാഹരണം മാത്രമാണ്. സ്വീഡൻ എടുക്കുന്ന നിലപാട് എന്താണ്, എത്രത്തോളം ശക്തമായൊരു നിലപാടാണ് അവർ സ്വീകരിക്കുന്നത്? യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? വീണ, രജനി നമസ്തേ. ഇപ്പോഴിത് ഒരു പൊതുവിഷയമായി എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും മാറുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് സ്വീഡനിൽ മാത്രമല്ല, ഫ്രാൻസ്, അതോടൊപ്പം മറ്റ് ലണ്ടൻ ഉൾപ്പെടെയുള്ള നഗരങ്ങൾ, അവിടെയെല്ലാം തന്നെ ഇപ്പോഴൊരു ഇസ്ലാമിക വിരുദ്ധ മനോഭാവം അവിടുത്തെ ജനങ്ങളുടെ ഇടയിൽ സ്വാഭാവികമായും രൂപപ്പെടുന്ന ഒരു കാഴ്ച കഴിഞ്ഞ കുറച്ച് നാളുകളായി നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. കാരണം തുടർച്ചയായി ഇത്തരം രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണങ്ങൾ തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാനപരമായ കാരണം. നേരത്തെ പ്രജ്ഞാപ്രവാഹിൻ്റെ അഖില ഭാരതീയ സംയോജക് ജെ നന്ദകുമാർ ജനം ടി വിക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം വിശദീകരിച്ചതുപോലെ സ്വീഡൻ പോലുള്ള രാഷ്ട്രങ്ങൾ ഏതാണ്ടൊരു 10-20 വർഷങ്ങൾക്ക് മുൻപൊക്കെ അവിടെ ഭീകരാക്രമണങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, അവിടെ ഒറ്റപ്പെട്ട അക്രമ സംഭവങ്ങൾ പോലും ഇല്ലാതെ ലോകത്തിലെ തന്നെ ഏറ്റവും സമാധാനം അന്തരീക്ഷം നിലനിൽക്കുന്ന പ്രദേശം എന്ന് പൊതുവെ വ്യാഖ്യാനിക്കപ്പെട്ട ചെറു രാജ്യങ്ങളാണിതെല്ലാം. പക്ഷേ അത്തരം യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് നടന്നിട്ടുള്ള കുടിയേറ്റം, പ്രത്യേകിച്ച് മറ്റ് ഭൂഖണ്ഡങ്ങളിൽ നിന്നും മറ്റ് ഇസ്ലാമിക രാഷ്ട്രങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് നമ്മുടെ ഏഷ്യയിലുള്ള ഇസ്ലാമിക രാജ്യങ്ങൾ, അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഉള്ള ഇസ്ലാമിക രാജ്യങ്ങൾ, അവിടെ നിന്നൊക്കെ ധാരാളമായി വലിയ കുടിയേറ്റം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആദ്യഘട്ടത്തിൽ രൂപപ്പെടുകയാണ്. ഏതാണ്ടൊരു 20-ാം നൂറ്റാണ്ടിൻ്റെ അവസാന കാലഘട്ടങ്ങളിലും പിന്നീട് 21-ാം നൂറ്റാണ്ടിലുമായാണ് ഈ കുടിയേറ്റം വലിയ തോതിൽ ഈ രാജ്യങ്ങളിലേക്ക് എത്തുന്നത്. ആദ്യഘട്ടത്തിൽ അതിന് വലിയ പ്രശ്നങ്ങളൊന്നും അവിടുത്തെ തദ്ദേശീയരായ ആളുകൾ കണ്ടിരുന്നില്ല. ഇത് നമ്മുടെ രാജ്യത്ത് നമുക്ക് നിരവധി ഉദാഹരണമുണ്ട്. ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും അസാമിലേക്ക് എത്തുന്ന അനധികൃത കുടിയേറ്റം പോലെ തന്നെ ആദ്യഘട്ടത്തിൽ ഇത് തദ്ദേശീയരായ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, യൂറോപ്പിലെ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രതിസന്ധിയോ വെല്ലുവിളിയോ ആയിരുന്നില്ല. കാരണം പല രാജ്യങ്ങളിലും അവിടേക്ക് വളരെ പോപ്പുലേഷൻ കുറവാണ്. നമുക്കറിയാമല്ലോ, നമ്മുടെ രാജ്യത്തേതുപോലെയുള്ള ഒരു വലിയ തോതിലുള്ള ജനസംഖ്യ പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇല്ല. അതിനാൽ തന്നെ അവിടെ തൊഴിലിനും അതോടൊപ്പം തന്നെ മറ്റ് ആവശ്യങ്ങൾക്കുമൊക്കെയായി മറ്റു രാജ്യങ്ങളിൽ നിന്നും എത്തുന്ന ആളുകൾക്ക് അവരെല്ലാ മെച്ചപ്പെട്ട സൗകര്യങ്ങൾ നൽകുകയും തൊഴിൽ നൽകി, അതോടൊപ്പം തന്നെ മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ അവിടെ നൽകി. അത്തരത്തിൽ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് മുസ്ലിം പോപ്പുലേഷൻ ഓരോ പോക്കറ്റുകളിലും വർദ്ധിക്കുന്ന ഘട്ടത്തിലാണ് അതിൻ്റെ യഥാർത്ഥ സ്വഭാവം പുറത്തേക്ക് വരാൻ തുടങ്ങിയത്. പിന്നീട് തദ്ദേശീയരായ യൂറോപ്പിലെ ജനങ്ങൾക്ക് ഇപ്പോൾ അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ പല രാജ്യങ്ങളിലും രൂപപ്പെടുകയാണ്. അതായത് വർഷങ്ങളായി അവിടെ ജീവിക്കുന്ന ആളുകൾക്ക് അവരുടെ മതപരമായ ആചാരം പ്രകടിപ്പിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുന്നു. അവർക്ക് അവരുടെ മതം പ്രാക്ടീസ് ചെയ്യാൻ കഴിയാതെ ഇത് മാത്രമാണ് ശരി എന്ന രീതിയിലുള്ള വാദഗതികൾ ആദ്യഘട്ടത്തിൽ ഉയർന്നു വരികയാണ്. ആ വാദഗതികൾ ആദ്യഘട്ടത്തിൽ ഉയരുന്നതിന് പിന്നാലെ അത് ആയുധമെടുത്തുള്ള ഒരു പോരാട്ടത്തിലേക്ക് അല്ലെങ്കിൽ ഒരു യുദ്ധത്തിലേക്ക് പോകുന്നു. ജിഹാദിൻ്റെ വഴിയിലേക്ക് വളരെ വേഗത്തിൽ തന്നെ യൂറോപ്യൻ രാജ്യങ്ങൾ കടന്നു ചെല്ലുന്ന ഒരു സാഹചര്യം രൂപപ്പെടുന്നു. അതാണിപ്പോൾ വലിയ ഒരു ഭീകര അന്തരീക്ഷം വിവിധ യൂറോപ്യൻ രാജ്യങ്ങളിൽ രൂപപ്പെട്ടിരിക്കുന്നത്. അതാണ് സ്വീഡൻ ഉപപ്രധാനമന്ത്രിയുടെ യോഗ സംസ്ഥ കാണാം. നമുക്കേവർക്കും സുപരിചിതമാണ് സൂര്യ നമസ്കാരം. സൂര്യ നമസ്കാരം പലരും പല രീതിയിലാണ് ചെയ്യുന്നത്. ആദ്യം സൂര്യ നമസ്കാരം എന്താണ്, അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഗുണങ്ങൾ എന്താണ് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. സൂര്യ നമസ്കാരം എന്ന് പറയുന്നത് സൂര്യൻ്റെ സൈക്കിൾ, അതായത് ഒരു സൺ സൈക്കിൾ എന്ന് പറയും. 12 വർഷം എടുക്കും ഒരു സൺ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.
ആ 12 വർഷം എന്തെല്ലാം ചേഞ്ചസ് ആണോ സൂര്യനിൽ ഉണ്ടാകുന്നത് അത് പ്രകാരം നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള മറ്റ് പ്ലാനറ്റിനും യൂണിവേഴ്സിലും ഉണ്ടാകുന്ന ക്ലൈമറ്റിക് ചേഞ്ചസ് ഉൾപ്പെടെയുള്ള ചേഞ്ചസിനെ നമ്മളുടെ ഒരു മിമിക് ചെയ്യുകയാണ് നമ്മളെ ശരീരത്തിൽ. അത്രയും ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു ആസനങ്ങൾ, സീരീസ് ഓഫ് ആസനയുടെ പേര് സൂര്യ നമസ്കാരം എന്ന് പറയുന്നത്. ഇത് രാവിലെയാണ് നമ്മൾ ചെയ്യുന്നത്. രാവിലെ സൂര്യ ഉദിച്ച് വരുന്ന ആ സമയത്ത് അല്ലെങ്കിൽ ബ്രഹ്മമുഹൂർത്ത സമയത്താണ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യേണ്ടത്. അത്രയും എനർജിയാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. പലരും ഇത് വൈകുന്നേരങ്ങളിൽ ചെയ്യാറുണ്ട്. വൈകുന്നേരങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങുക, റെസ്റ്റ് എടുക്കുന്ന സമയമാണ്. ആ സമയത്ത് ചെയ്യുമ്പോൾ നമ്മുടെ ശരീര പ്രവർത്തനത്തിന് എതിരായിട്ടാണ് നമ്മൾ സൂര്യ നമസ്കാരം ചെയ്യുന്നത്. അതുകൊണ്ട് വൈകുന്നേരങ്ങളിൽ ചന്ദ്ര നമസ്കാരവും രാവിലെ സൂര്യ നമസ്കാരവുമാണ് അഭ്യസിക്കേണ്ടത്. ഈ സൂര്യ നമസ്കാരത്തിൽ 12 സ്റ്റെപ്പാണുള്ളത്. അതിൽ 8 ആസനങ്ങൾ ഉൾപ്പെടും. ബ്രീത്തിങ് എങ്ങനെയാണ്? ശ്വാസം ഉള്ളിലേക്ക് എടുക്കുകയും അടുത്ത സ്റ്റെപ്പിൽ ശ്വാസം പുറത്തേക്ക് വിടുകയും ചെയ്യും. ഓൾട്ടർനേറ്റ് ബ്രീത്തിങ് ആണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിൽ ആസനാസ് സീക്വൻസ് ചെയ്തിരിക്കുന്നത്, ഈ 8 ആസനങ്ങളും 12 സ്റ്റെപ്പായിട്ട് സീക്വൻസ് ചെയ്തിരിക്കുന്നത് ശരീരത്തിനെ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യുക, അടുത്ത സ്റ്റെപ്പിൽ അതിനെ റിലാക്സ് ചെയ്യുക. സോ ഒരേ സമയത്ത് ശരീരത്തിനെ ഉത്തേജിപ്പിക്കുകയും അടുത്ത സെക്കൻഡിൽ അതിനെ ഒന്ന് കാം ഡൗൺ ചെയ്യുകയും ചെയ്യുന്നത് കൊണ്ട് ഡയറക്റ്റായിട്ട് ഇത് ഏത് അവയവത്തിനായിരിക്കും ഫങ്ഷൻ ഇമ്പ്രൂവ് ചെയ്യുന്നത്? നമ്മളുടെ ന്യൂറോളജിക്കൽ ഫങ്ഷൻ, ബ്രെയിൻ ആക്ടിവിറ്റി, ശരീരത്തിൻ്റെ 2 നെർവസ് സിസ്റ്റം, സിമ്പതറ്റിക്കും പാരാസിമ്പതറ്റിക് നെർവസ് സിസ്റ്റത്തിൻ്റെയും പ്രവർത്തനം ബാലൻസ് ചെയ്യാനായിട്ട് ഇത് നമ്മളെ സഹായിക്കുന്നു. അതുകൊണ്ടുള്ള ആരോഗ്യ ഗുണങ്ങളാണ് നമ്മൾ സൂര്യ നമസ്കാരത്തിൽ കൂടെ നമുക്ക് കിട്ടുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സീരീസ് ഓഫ് ആസനാസ് ആണ് സൂര്യ നമസ്കാരം. ഇനി ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട്, അതായത് ഹൈ ബ്ലഡ് പ്രഷർ ഉള്ളവർ, ഹൈപ്പർ ടെൻഷൻ ഉള്ളവർ, അതുപോലെ തന്നെ ഇയർ ഇംബാലൻസ് ഉള്ളവർ, നമുക്ക് അമിതവണ്ണമുള്ളവർ, പിന്നെ മനസ്സിന് ഒരു ഭയങ്കര ടെൻഷൻ, സ്ട്രെസ്സ് ഉള്ള വ്യക്തികൾക്കൊക്കെ സൂര്യ നമസ്കാരം ചെയ്യുമ്പോൾ നമ്മൾ 2 വട്ടം ഒന്ന് ആലോചിക്കണം. കാരണം അതിന് വേരിയേഷൻസ് ഉണ്ട്. ആ വേരിയേഷൻസ് ആണ് നമ്മൾ ഫസ്റ്റ് പരിശീലിക്കേണ്ടത്. അതിനുശേഷം നമ്മൾ നോർമൽ ക്ലാസിക്കലായിട്ടുള്ള സൂര്യ നമസ്കാരമാണ് നമ്മൾ ചെയ്യേണ്ടത്. സൂര്യ നമസ്കാരം തന്നെ പല വിധത്തിലുണ്ട്, 7 തരത്തിൽ ഉണ്ടെന്നാണ് പറയുന്നത്. റെഗുലറായിട്ട് കോമൺ ആയിട്ട് ചെയ്തു വരുന്ന സൂര്യ നമസ്കാരമാണ് ഋഷികേശ് സൂര്യ നമസ്കാരം. അതുപോലെ തന്നെ തെറാപ്പി സൂര്യ നമസ്കാരമാണ്, തെറാപ്യൂട്ടിക്കൽ ഇഫക്റ്റ്. അതിന് നമ്മൾ ആഡ് ചെയ്യുന്ന ഒരേ ഒരു ആസനയാണ് ശശങ്കാസനം കൂടി നമ്മളിതിൽ ആഡ് ചെയ്യും. അപ്പം നമ്മൾ ഇവിടെ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് തെറാപ്യൂട്ടിക് സൂര്യ നമസ്കാരമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഓക്കെ, അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ തെറാപ്യൂട്ടിക് സൂര്യ നമസ്കാരത്തിന് നമ്മൾ വേദിക് സൂര്യ നമസ്കാരം എന്നും പറയാറുണ്ട്. ആദ്യത്തെ 2 സ്റ്റെപ്പാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിവർന്ന് നിൽക്കുക, ശ്വാസം എടുത്തുകൊണ്ട് കൈ ഷോൾഡർ ലെവലിൽ ഉയർത്തി കൈപ്പത്തി തിരിച്ച് തലയുടെ മുകളിലേക്ക് കൈകൾ കൂപ്പിക്കൊണ്ട് നിൽക്കുക. ശ്വാസം വിട്ടുകൊണ്ട് കൈ പതുക്കെ നെഞ്ചിൻ്റെ ലെവലിലേക്ക് കൊണ്ടുവരണം. നമസ്കാര മുദ്ര. സെക്കൻഡ് സ്റ്റെപ്പ്, കൈ മുന്നിലോട്ട് നീട്ടി ശ്വാസം എടുത്തുകൊണ്ട് കൈ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. ശേഷം വയറ് ഒന്ന് മുന്നിലോട്ട് ഉന്തുക. ഓട്ടോമാറ്റിക്കലി ഇടുപ്പ് ഫ്രണ്ടിൽ വരും. തല നേരെ മുകളിലേക്ക് നോക്കുക. ശ്വാസം വിട്ടുകൊണ്ട് നിവർന്ന് വന്ന് കൈകൾ രണ്ടും താഴ്ത്തി നിവർന്ന് നിൽക്കുക. ഇന്ന് നമ്മൾ 2 സ്റ്റെപ്പുകളാണ് പഠിച്ചത്. ആദ്യത്തെ സ്റ്റെപ്പ് പ്രണമാസനം, രണ്ടാമത്തെ സ്റ്റെപ്പ് ഹസ്ത ഉത്താനാസനം, കൈ മുകളിൽ ഉയർത്തി പിന്നിലേക്ക് വളയുന്നത്. അപ്പോൾ ഈ ഒരു ബാലൻസിന് വേണ്ടിയിട്ടാണ് ഈ ആദ്യത്തെ 2 സ്റ്റെപ്പുകൾ നമ്മൾ പഠിച്ചത്. നാളെ സൂര്യ നമസ്കാരത്തെ മറ്റ് സ്റ്റെപ്പുകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. എല്ലാവരും തുടർന്ന് ചെയ്യുക. ഇതിന് നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ ആണെങ്കിലും നമ്മുടെ വെബ്സൈറ്റിലുണ്ട്, അതെല്ലാവരും ഫോളോ ചെയ്യുക. ഓക്കെ, നമുക്ക് വീണ്ടും വാർത്തകളിലേക്ക്. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് ഇന്ന് ആരംഭിക്കും. പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക്ക് നടക്കുന്നത്. BJP, BMS ഉൾപ്പെടെ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെ ബൈഠക്കിൽ പങ്കെടുക്കും. പാലക്കാട് നിന്നും അരുൺ ആലത്തൂര് ചേരുന്നുണ്ട്. അരുൺ, നമസ്തേ. കേരളത്തിന് ഏറെ അഭിമാനകരമായ ഒരു ദിവസമാണ് ഇന്ന്. സമന്വയ ബൈഠക്ക് കേരളത്തിൽ ആദ്യമായി നടക്കാൻ പോകുന്നു, അതും പാലക്കാടിൻ്റെ മണ്ണിൽ. ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കേരളത്തിൽ ഈ ഒരു പരിപാടി നടത്തുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമാണ് എന്ന് RSS നേതാവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഒപ്പം
ഇപ്പോൾ ഈ ബൈഠക്ക് നടക്കുന്നതിലൂടെ കേരളം ഒരുപടി മുന്നിൽ എത്തിയിരിക്കുന്നു. കാരണം തീർച്ചയായിട്ടും ഒരു BJP നേതാവിനെ പാർലമെന്റിലേക്ക് അയക്കാൻ നമുക്ക് സാധിച്ച ഒരു വർഷം കൂടെയാണിത്. അഭിമാനത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ഹോസ്റ്റ് ചെയ്യുന്നത് അല്ലേ. മറ്റൊന്ന് പറയുന്നത് 100ാം വാർഷികത്തിലേക്ക് കടക്കുകയാണ് RSS എന്ന മഹത്തായ സംഘടന. അതിനിടയിലാണ് ഈ ബൈഠക്ക് നടക്കുന്നത്. നമുക്ക് കൂടുതൽ വിവരങ്ങൾ അരുണിലേക്ക് എന്തൊക്കെ പ്രത്യേകതകൾ ഇത്തവണത്തെ ബൈഠക്കിനുണ്ട്? വീണ, ഇത്തവണ കേരളത്തിൽ വെച്ച് ഈ ബൈഠക്ക് നടക്കുന്നു എന്നുള്ളത് തന്നെയാണ് അതിലെ ഏറ്റവും പ്രത്യേകതയുള്ള കാര്യം എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ പുനെയിൽ വെച്ച് നടന്ന ബൈഠക്കാണ് ഇത്തവണ ഈ കേരളത്തിൽ പാലക്കാട് അഹല്യ ക്യാമ്പസിൽ വെച്ച് നടക്കുന്നത്. രാവിലെ 9 മണിക്കാണ് ബൈഠക്ക് ആരംഭിക്കുക. 320 പേരാണ് ബൈഠക്കിൽ പങ്കെടുക്കുക. സംഘത്തിന്റെ അഖില ഭാരതീയ കാര്യകർത്താക്കളായ 90 പേരും പിന്നെ 230 വിവിധ ക്ഷേത്ര സംഘടനകൾ, അതായത് BJP, BMS, ABVP തുടങ്ങി വിവിധ ക്ഷേത്ര സംഘടനകളുടെ 230 പ്രതിനിധികൾ, അതായത് ഈ സംഘടനകളിൽ നിന്നുള്ള ദേശീയ അധ്യക്ഷന്മാരെ, അതുപോലെ തന്നെ സംഘടനാ ജനറൽ സെക്രട്ടറിമാര്, മറ്റ് കാര്യകർത്താക്കൾ ഉൾപ്പെടെ 230 പേര്, അങ്ങനെ 320 പേരാണ് ഈ ഒരു ബൈഠക്കിൽ പങ്കെടുക്കുന്നത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിൽ ആദ്യമായാണ് ഈ ബൈഠക്ക് നടക്കുന്നത് എന്നുള്ളതാണ് പ്രത്യേകത. സംഘം രൂപീകരിച്ച് 100 വർഷമാകുന്നു. ഈ 100 വർഷത്തിനിടയ്ക്ക് ആദ്യമായിട്ടാണ് കേരളത്തിൽ ഈ ഒരു സമന്വയ ബൈഠക്ക് നടക്കുന്നത് എന്നുള്ളതാണ്. ഏതായാലും ഈ ബൈഠക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. സംഘത്തിന്റെ സർസംഘചാലകായ ഡോക്ടർ മോഹൻ ഭാഗവതും അതുപോലെ തന്നെ സർക്കാരിവാഹായ ദത്താത്രേയ ഹൊസബാളയും പിന്നെ സഹ സർക്കാരിവാഹുമാരായ 8 പേർ, അങ്ങനെ വിവിധ ചുമതലകളുള്ള കാര്യകർത്താക്കളാണ് ഇതിന് നേതൃത്വം നൽകുക. ഈ വിവിധ ക്ഷേത്ര സംഘടനകളൊക്കെ അവരുടെ വ്യത്യസ്ത മേഖലകൾ, അതായത് ഇപ്പോൾ BJP ആണെങ്കിൽ അവരുടെ രാഷ്ട്രീയ മേഖലയിൽ പ്രവർത്തിക്കുന്നു. വനവാസി കല്യാണാശ്രമമാണെങ്കിൽ അവർ വനവാസി ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനമാണ് നടത്തുന്നത്. സേവാഭാരതി, ദേശീയ സേവാഭാരതി ആണെങ്കിൽ സന്നദ്ധ പ്രവർത്തനങ്ങൾ, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുന്നത്. ഇങ്ങനെ വിവിധ മേഖലകളിലുള്ള അവരുടെ അനുഭവങ്ങളും അവരുടെ നേട്ടങ്ങളും അതുപോലെ തന്നെ അവർ നേരിടുന്ന വെല്ലുവിളികൾ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആ ബൈഠക്കിൽ അവർ പങ്കുവയ്ക്കും. അതിൻ്റെ പ്രവർത്തന റിപ്പോർട്ട് ഇന്ന് അവതരിപ്പിക്കും എന്നുള്ളതാണ്. അതിനുശേഷം വ്യത്യസ്തമായ വിഷയങ്ങളിൽ ചർച്ചകൾ നടക്കും എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ബംഗ്ലാദേശിലെ ഹിന്ദു കൂട്ടക്കൊലയാണെങ്കിലും അതല്ലെങ്കിൽ ഭാരതത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളാണെങ്കിലും ഒപ്പം തന്നെ വയനാട് ഉൾപ്പെടെയുള്ള ഉണ്ടായ ഒരു ദുരിതങ്ങളാണെങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ വ്യത്യസ്ത സംഘടനകൾ ആ വിഷയങ്ങൾ ഉയർത്തുമ്പോൾ അതിന്മേലുള്ള ചർച്ചകൾ നടക്കും എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഭാവി പ്രവർത്തനങ്ങൾ എത്തരത്തിലായിരിക്കണം എന്നുള്ള കാര്യങ്ങളിലും വിശദമായ ചർച്ച ഈ ബൈഠക്കിൽ നടക്കും എന്നുള്ളതാണ്. അതേ സമയം തന്നെ മറ്റൊരു കാര്യം എന്നുള്ളത് സംഘം 100ാം ജന്മദിനം ആഘോഷിക്കാൻ പോകുന്ന ആ വേളയിൽ, അതായത് 2025 വിജയദശമി മുതൽ 2026 വിജയദശമി വരെയുള്ള ആ ഒരു വർഷ കാലയളവിലാണ് സംഘത്തിന്റെ ആ ഒരു 100ാം വാർഷികം അല്ലെങ്കിൽ സംഘം രൂപീകരിച്ച് 100 വർഷമാവുന്നത്. ആ ഒരു കാലയളവിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് 5 കാര്യങ്ങൾക്കാണ് സംഘം ഈ ഒരു സമയത്ത് പഞ്ചപരിവർത്തനം എന്ന രീതിയിൽ ഊന്നൽ നൽകുന്നത്. അത് സമൂഹത്തിന്റെ വികാസം എന്നുള്ളതാണ്. കുടുംബങ്ങളുടെ വികാസമാണെങ്കിലും അല്ലെങ്കിൽ സ്വദേശാത്മ അഭിമാനം ഉൾക്കൊള്ളുന്ന കാര്യങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ വിവിധങ്ങളായ ഈ 5 കാര്യങ്ങളുണ്ട്. ആ 5 കാര്യക്രമങ്ങൾ ഈ വ്യത്യസ്ത സംഘടനകൾ, അതായത് ഈ വിവിധ ക്ഷേത്ര സംഘടനകളിലൂടെ ആ സംഘം ഉദ്ദേശിക്കുന്ന 5 കാര്യങ്ങൾ എങ്ങനെ സമൂഹത്തിൽ നടപ്പാക്കണം, ഒപ്പം തന്നെ അതിനെ ഇവരുടെയൊക്കെ പങ്കാളിത്തം എത്തരത്തിൽ ഉപയോഗിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദമായ ചർച്ച ഏതായാലും ഇന്നത്തെ ഈ ബൈഠക്കിൽ നടക്കുമെന്നുള്ളതാണ്. ഇന്ന് 9 മണിക്ക് ആരംഭിക്കുന്ന ബൈഠക്ക് 2ാം തീയതിയാണ് അവസാനിക്കുക. 2ാം തീയതി വൈകിട്ട് 6 മണിയോടുകൂടെയാണ് ഈ ബൈഠക്ക് അവസാനിക്കുക. ഏതായാലും പാലക്കാട് അഹല്യ ക്യാമ്പസിൽ കഴിഞ്ഞ ദിവസം തന്നെ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിരുന്നു. സംഘത്തിന്റെ അഖില ഭാരതീയ പ്രചാർ പ്രമുഖായ സുനിൽ അംബേദ്കർ അദ്ദേഹം മാധ്യമങ്ങളെ കാണുകയും തങ്ങൾക്ക് കേരളത്തിൽ ഇത്തരത്തിലൊരു ബൈഠക്ക് നടത്തുന്നതിന് വലിയ സന്തോഷമുണ്ട് എന്നുള്ളത് അറിയിക്കുകയും ചെയ്തു. എന്തുകൊണ്ട് കേരളം തിരഞ്ഞെടുത്തു എന്ന് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ എന്തുകൊണ്ട് കേരളം അല്ലെങ്കിൽ പാലക്കാട് ആയിക്കൂടാ, ഇത്രയും മനോഹരമായ ഒരു ഭൂമിയല്ലേ ഇത് എന്ന തരത്തിൽ അദ്ദേഹം രസകരമായ മറുപടിയായിരുന്നു ഇന്നലെ മാധ്യമങ്ങൾക്ക് നൽകിയത്. ഏതായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഉണ്ട്. കാരണം എത്രയോ ധീരരായ സംഘപ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെട്ട ഒരു മണ്ണാണ് കേരളം എന്ന് പറയുന്നത്. പാലക്കാടും അതിൽ ഉൾപ്പെടുന്നുണ്ട്. പേരുകൾ ഞാനിവിടെ എടുത്തു പറയുന്നില്ല.
അപ്പോൾ ആ ഒരു ഓർമ്മയിലാണ് നമ്മളിപ്പോൾ ഈ ഒരു ബൈഠക്ക് നടത്തുവാൻ പോകുന്നത്. അത് തന്നെയാണ് സുനിൽ അംബേദ്കർ പറഞ്ഞതെന്ന് വ്യക്തമാവുന്നു. മറ്റൊരു കാര്യം, രാജ്യത്തിൻ്റെ പരം വൈഭവമാണ് RSS ലക്ഷ്യം വയ്ക്കുന്നത്. പുതിയ സത്വത്തിലേക്കുള്ള മുന്നേറ്റം ഭാരതത്തിൽ ഉയർത്തിക്കാട്ടുക, ജനങ്ങളാണ് വലുത് എന്നുള്ളൊരു മുദ്രാവാക്യവുമായിട്ട് തന്നെയാണ് ഈ ബൈഠക്ക് നടക്കുവാൻ പോകുന്നതും, അല്ലേ? രജനി, തീർച്ചയായിട്ടും ആ പരമവൈഭവത്തിലേക്ക് എത്തിയോ എന്ന് ഉൾപ്പെടെ ഇന്നലെ സുനിൽ അംബേദ്കറോട് മാധ്യമങ്ങൾ ചോദിക്കുകയുണ്ടായി. പക്ഷേ പരമവൈഭവത്തിലേക്ക് എത്തുക എന്നുള്ളത് സംഘത്തിന്റെ ഈ 100 വർഷത്തിലേക്ക് എത്തുമ്പോൾ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളിലും എല്ലാ മേഖലകളിലും നേട്ടം കൈവരിച്ചിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും വലിയ സംഘടന അത് രാഷ്ട്രീയ സ്വയംസേവക സംഘം തന്നെയാണ് എന്നുള്ളതിൽ തർക്കമില്ല. മാത്രമല്ല ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി RSSൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഒപ്പം വിദ്യാർത്ഥി സംഘടന നോക്കുമ്പോൾ അത് ABVP ആണ്. ഇങ്ങനെ തൊഴിലാളി സംഘടന, ഭാരതത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടന നോക്കുകയാണെങ്കിൽ അത് BMS ആണ്. അങ്ങനെ എല്ലാ മേഖലകളിലും രാഷ്ട്രീയ സ്വയംസേവക സംഘം മുന്നോട്ട് വെച്ച ആശയം അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷേ എങ്കിൽ പോലും സംഘം വ്യക്തി നിർമ്മാണത്തിലൂടെ രാഷ്ട്ര നിർമ്മാണം എന്നുള്ളതാണ് സംഘം ഉദ്ദേശിക്കുന്നത്. ആ വ്യക്തി നിർമ്മാണവും അതിലൂടെയുള്ള രാഷ്ട്ര നിർമ്മാണവും അതൊരു സ്ഥിരം പ്രോസസ്സാണ് എന്നുള്ളതാണ്. അതായത് എല്ലാ കാലത്തും നല്ല വ്യക്തികളെ സമൂഹത്തിൽ നിർമ്മിക്കുക, അതുവഴി നല്ല രാഷ്ട്രത്തെ പടുത്തുയർത്തുക എന്നുള്ളത് തന്നെയാണ്. അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അതൊരു സാമൂഹിക സേവന പ്രവർത്തനമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുകയുണ്ടായത്. ഏതായാലും സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കേരളത്തിൽ വെച്ച്, പാലക്കാട് വെച്ച് ഇത്തരത്തിലൊരു ബൈഠക്ക് നടക്കുന്നു. ആ ബൈഠക്കിൽ തന്നെ മറ്റൊരു വളരെ പ്രത്യേകതയുള്ള കാര്യം എന്നുള്ളത്, രാഷ്ട്രീയമായി നമുക്കിതിനെ കാണുമ്പോൾ അതിൻ്റെ വിശകലനം ചെയ്യുമ്പോൾ അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കേരളത്തിലെ സവിശേഷ സാഹചര്യം, കേരളത്തിൽ RSSന്റെ ശാഖകൾ എല്ലാ കാലത്തും ഭാരതത്തിൽ ഏറ്റവും അധികം ശാഖകൾ നടക്കുന്നത് കേരളത്തിൽ ആണ് എന്നുള്ളതാണ്. അങ്ങനെ ശാഖകൾ നടക്കുന്ന കേരളത്തിൽ അടുത്തായി ശാഖകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ 2 പ്രാന്തങ്ങളായി കേരളത്തെ മാറ്റിയിരുന്നു. അത് ഉത്തര കേരളവും അതുപോലെ തന്നെ ദക്ഷിണ കേരളവും, അങ്ങനെ 2 പ്രാന്തങ്ങളായിട്ടാണ് ഇപ്പോൾ കേരളത്തെ മാറ്റിയിരിക്കുന്നത്. അതിന്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത്തരത്തിലുള്ള 2 പ്രാന്തങ്ങളായി കേരളത്തെ മാറ്റിയത്. അതിനുശേഷമാണ് ഈ ബൈഠക്ക് നടക്കുന്നത് എന്നുള്ളതും, ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഈ പാർലമെന്റിലേക്ക് താമര വിരിഞ്ഞതിന് ശേഷം നടക്കുന്ന ഒരു ബൈഠക്ക് എന്നുള്ളതും വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യം തന്നെയാണ്. ഒപ്പം തന്നെ പാലക്കാട് ഇനി അടുത്ത ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ്. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലേക്ക് കടക്കാനിരിക്കുകയാണ് സംഘത്തിന്റെ ഇത്രയും വലിയ ഒരു ബൈഠക്ക് ഇവിടെ വെച്ച് തന്നെ നടക്കുന്നു എന്നുള്ളത്. അത് ഏതായാലും കേരളത്തിലെ സംഘപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും, അല്ലെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയോ മറ്റ് വിവിധ ക്ഷേത്ര സംഘടനകളുടെ പ്രവർത്തകരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും അവരിൽ അത് വലിയ ആത്മവിശ്വാസം പകരുന്ന കാര്യമാണ് എന്നുള്ളതാണ്. കാരണം ഇത്തരത്തിൽ വലിയ ബൈഠക്കുകൾ പോലും നമ്മുടെ നാട്ടിൽ വെച്ച് നടത്തുന്നു എന്നുള്ളത് സംഘം ഇത്തരത്തിൽ കേരളത്തോട്, ആ ഒരു കേരളത്തിന്റെ പ്രവർത്തനത്തോട് അത്രയും അനുകമ്പ കാണിക്കുന്നു. ഒപ്പം തന്നെ കേരളത്തിലെ പ്രവർത്തനം അത്രത്തോളം നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് സംഘടന നേതൃത്വത്തിന് തന്നെ ബോധ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് താഴെത്തടിയിലുള്ള പ്രവർത്തകർ ഉൾപ്പെടെ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ വലിയ ഊർജം പകരുന്നതാണ് ഈ ഇത്തരം ഒരു ബൈഠക്ക് പാലക്കാട് വെച്ച്, കേരളത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്നു എന്നുള്ളത്. ഏതായാലും കൃത്യം 9 മണിക്ക് ബൈഠക്ക് ആരംഭിക്കും. മാധ്യമങ്ങൾക്കുൾപ്പെടെ പ്രവേശനമില്ല. പക്ഷേ ഉദ്ഘാടന സെഷൻ സംബന്ധിച്ച കാര്യങ്ങളും മറ്റു വിവരങ്ങളൊക്കെ നമുക്ക് ലഭിക്കും. അതിനുശേഷം പിന്നീട് 2-ാം തീയതി ആയിരിക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ബൈഠക്കിൽ ചർച്ചയായത് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വിശദമായ മറുപടി സംഘത്തിന്റെ ഭാഗത്തു നിന്നും പ്രചാർ പ്രമുഖ ഉൾപ്പെടെ വാർത്താ സമ്മേളനത്തിൽ അറിയിക്കുക. അന്ന് ഒരു മുതിർന്ന കാര്യകർത്താവ് തന്നെ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കും എന്നുള്ളതും പ്രചാർ വിഭാഗത്തിൽ നിന്ന് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഓക്കെ, ശരി അരുൺ, വളരെ വിശദമായുള്ള റിപ്പോർട്ടായിരുന്നു അരുണിന്റെ. ഏതായാലും നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം അല്ലെ എങ്ങനെയുള്ള 3 ദിവസം നീണ്ടു നിൽക്കുന്നതാണ് ഈ RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്ക്. കേരളത്തിൽ നടക്കുന്നു എന്നുള്ള പ്രത്യേകതയുണ്ട്. 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിലാണ് പാലക്കാട് അഹല്യ ക്യാമ്പസിൽ അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് നടക്കുവാൻ പോകുന്നത്. നോക്കാം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഗുരുതരാവസ്ഥയിൽ. ന്യൂമോണിയ ബാധയെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. ഒരാഴ്ചയായി ഡൽഹി എയിംസ് ആശുപത്രിയിൽ ചികിത്സയിൽ. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക്ക് ഇന്നു മുതൽ പാലക്കാട്ട്. വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാർ പങ്കെടുക്കും. സംഘടനാ സെക്രട്ടറിമാരും എത്തും. സമകാലിക വിഷയങ്ങൾ ചർച്ചയ്ക്കെന്ന് അഖില ഭാരതീയ പ്രചാർ പ്രമുഖ് സുനിൽ അംബേദ്കർ.
ഇസ്ലാം മതസ്ഥർക്ക് സ്വീഡന്റെ അന്ത്യശാസനം. രാജ്യത്തിന്റെ മൂല്യങ്ങളുമായി പൊരുത്തപ്പെടാത്തവർ പുറത്തു പോകൂ എന്ന് ഉപപ്രധാനമന്ത്രി. ശരിയത്ത് നിയമം സ്വീഡന് ബാധകമല്ലെന്ന് മുന്നറിയിപ്പ്. ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരെ പ്രീണിപ്പിച്ചവർ യൂറോപ്പിനെ ഇല്ലാതാക്കുന്നുവെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകൻ ജെ നന്ദകുമാർ ജനൻ ടിവിയോട്. മാധ്യമങ്ങളെ കാണാൻ മോഹൻലാൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പ്രതികരിക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം പ്രതികരിക്കാൻ എത്തുന്നത് ഇതാദ്യം. പീഡന പരാതിയിൽ സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും കേസ്. മുകേഷ് വിഷയത്തിൽ മൗനം പാലിച്ച് CPM. MLA-ക്കെതിരായ നടപടി ചർച്ച ചെയ്യാൻ സംസ്ഥാന സമിതി ഇന്ന്. കൊല്ലത്തെ നേതാക്കളുടെ അഭിപ്രായം ആരായും. രാജ്യാവശ്യം അംഗീകരിച്ചേക്കില്ല. ആശുപത്രികളിൽ സുരക്ഷ എത്ര? സംവിധാനങ്ങൾ വ്യക്തമാക്കാൻ സംസ്ഥാനത്തിന് കത്ത് നൽകി കേന്ദ്രം. ആരോഗ്യ പ്രവർത്തകരുടെ കാര്യങ്ങളും വിശദമാക്കാൻ നിർദ്ദേശം. സംസ്ഥാനത്ത് കനത്ത മഴ തുടരും. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. മലയോര തീരമേഖലകളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം. കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക്. ഈ പോലീസിന്റെ തമ്മിലടി വാർത്തകൾ നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരു സംഘടന അല്ലെങ്കിൽ ഒരു SIT രൂപീകരിച്ചു എന്നൊക്കെ പറയുമ്പോൾ അതിനുള്ളിൽ തന്നെ പൊരുത്തക്കേടുകൾ ധാരാളമായിട്ട് വന്നു വരുന്നു. മറ്റൊന്ന്, പോലീസിനും ഇപ്പോൾ സംസ്ഥാന സർക്കാരിനും പോലും തലവേദനയായിരിക്കുന്ന ഒരു വിഷയം കൂടിയുണ്ട്. നമ്മുടെ MLA-യുടെ അൻവറിന്റെ. അതെ, എന്തായാലും ഇപ്പോൾ പോലീസ് അതിരൂക്ഷമായിട്ട് തുടരുന്നുണ്ട്. ക്രമസമാധാന ചുമതലകളെ ADGP-ക്കെതിരായ വെളിപ്പെടുത്തൽ വെട്ടിലായിരിക്കുകയാണ് സർക്കാർ. ADGP അഴിമതിക്കാരനാണെന്ന് ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ തുറന്നു പറഞ്ഞത് ആഭ്യന്തര വകുപ്പിനെ വൻ പ്രതിരോധത്തിലാക്കി. ഭരണപക്ഷ MLA തന്നെ ഇക്കാര്യങ്ങൾ പുറത്തുവിട്ടത് മുഖ്യമന്ത്രിക്ക് കനത്ത പ്രഹരമാകും. സംഭവത്തിൽ MR അജിത് കുമാറിനെതിരെ പോലീസ് ആസ്ഥാനത്ത് പരാതികൾ ലഭിച്ചു തുടങ്ങി. ADGP-യെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് ആവശ്യം ശക്തം. ഒപ്പം മരമുറിയിലും അന്വേഷണം ഉണ്ടാകും. ആർ രാജീവ് ചേരുന്നുണ്ട് വിവരങ്ങളുമായിട്ട്. രാജീവ്, ഈ പോലീസിനുള്ളിൽ തമ്മിലടി നമ്മൾ മുൻപും ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഒരു MLA ആണ് ശക്തമായ നിലപാടുകളും അതുപോലെ തുറന്നു പറച്ചിലുകളും ഒക്കെ ആയിട്ട് എത്തിയിരിക്കുന്നത്. ആഭ്യന്തര വകുപ്പിന് തന്നെ വലിയ പ്രശ്നമായിരിക്കുന്ന ഒരു സാഹചര്യമല്ലേ ഇത്? തീർച്ചയായും രജനി, ആ രീതിയിൽ തന്നെ കാണേണ്ടി വരും. പ്രത്യേകിച്ചും ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെയാണ് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിരിക്കുന്നത്. അദ്ദേഹം അഴിമതിക്കാരനാണ്, 2 കോടി രൂപ കൈക്കൂലി വാങ്ങിക്കൊണ്ട് ചില കേസുകൾ ഒത്തുതീർപ്പാക്കി എന്ന് ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷത്തെ ഒരു MLA ആണ്. അത്തരമൊരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അതിന്റെ ഭാഗമായിരിക്കുന്നതും ഒരു IPS ഉദ്യോഗസ്ഥരാണ്. മുൻ മലപ്പുറം SP ആയ സുജിത് ദാസ് ആണ് അത് തുറന്ന് സമ്മതിക്കുന്നത്. മാത്രമല്ല, സുജിത് ദാസ് പറയുന്ന മറ്റു ചില കാര്യങ്ങളുണ്ട്. MR അജിത് കുമാറിന്റെ അളിയന്മാർ വലിയ ബിസിനസ്സുകൾ നടത്തുന്നുണ്ട്, അതിന് സഹായം ചെയ്തു കൊടുക്കുന്നത് MR അജിത് കുമാറാണ്. അതായത് ക്രമസമാധാന ചുമതലയുള്ള ADGP-യുടെ പദവി ദുരുപയോഗം ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് അദ്ദേഹം കൂട്ടുനിൽക്കുന്നത്. വലിയ രീതിയിലുള്ള അഴിമതികൾ അദ്ദേഹം നടത്തുന്നുവെന്ന് മലപ്പുറം മുൻ SP കൂടിയായ സുജിത് ദാസ് തുറന്ന് സമ്മതിക്കുന്നു. സംസ്ഥാന സർവീസിൽ അല്ലെങ്കിൽ സിവിൽ സർവീസിൽ ഒരു IPS ഉദ്യോഗസ്ഥനാണ് സുജിത് ദാസ്. അദ്ദേഹം ഇപ്പോഴും പോലീസ് സേനയുടെ ഭാഗമാണ്. അദ്ദേഹമാണ് ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് എന്ന കാര്യം കൂടി ഇതിൽ ശ്രദ്ധിക്കേണ്ടി വരും. അതായത് പോലീസ് തലപ്പത്ത് തന്നെ വലിയ രീതിയിലുള്ള ഭിന്നത നിലനിൽക്കുന്നു എന്ന് തെളിയിക്കുന്ന ഫോൺ സംഭാഷണം കൂടിയാണ് പുറത്തു വന്നത്. അത് പുറത്തുവിട്ടിരിക്കുന്നത് ഭരണപക്ഷത്തെ പ്രധാനപ്പെട്ട ഒരു MLA ആയ PV അൻവറാണ്. നമുക്ക് PV അൻവറിന്റെ ചരിത്രം പരിശോധിച്ചാൽ അറിയാം. മുഖ്യമന്ത്രിയുമായി വളരെ അടുപ്പം പുലർത്തുന്ന ഉദ്യോഗസ്ഥനാണ് PV അൻവർ. ജനപ്രതിനിധിയാണ് PV അൻവർ. അദ്ദേഹത്തിനെതിരെ നേരത്തെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയരുകയും കേസുകൾ വരികയും ഒക്കെ ചെയ്തപ്പോൾ എല്ലാ സംരക്ഷണവും ഒരുക്കിയത് സംസ്ഥാന സർക്കാരാണ്. മുഖ്യമന്ത്രി ഒരു ഘട്ടത്തിലും അദ്ദേഹത്തെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നില്ല. ആ രീതിയിൽ ഭരണപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു MLA അദ്ദേഹമാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGP-ക്കെതിരായ വെളിപ്പെടുത്തലുകൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ആഭ്യന്തര വകുപ്പിനെ കൂടി വെട്ടിലാക്കിക്കൊണ്ടാണ് ഇത്തരമൊരു വെളിപ്പെടുത്തൽ പുറത്തു വന്നിരിക്കുന്നത്. അതും ക്രമസമാധാന ചുമതലയുള്ള ADGP എന്ന് പറയുമ്പോൾ സംസ്ഥാന പോലീസ് മേധാവി കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പദവി കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. സംസ്ഥാനത്തെ മുഴുവൻ ക്രമസമാധാന ചുമതലയും നിർവഹിക്കുന്നത് അദ്ദേഹമാണ്. അദ്ദേഹത്തിനെതിരെ നേരത്തെ നിരവധി പരാതികൾ ലഭിച്ചിരുന്നു സംസ്ഥാന സർക്കാരിന്. പക്ഷേ അപ്പോഴൊന്നും മുഖ്യമന്ത്രി അദ്ദേഹത്തെ കൈവിട്ടിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാന പോലീസിനെ ഒറ്റയ്ക്ക് അദ്ദേഹം ഭരിക്കുന്നു എന്നതായിരുന്നു. DGP-യെ പോലും നോക്കുകുത്തിയാക്കിക്കൊണ്ട് ക്രമസമാധാന ചുമതലയുള്ള ADGP-യാണ് സംസ്ഥാന പോലീസിനെ നിയന്ത്രിക്കുന്നത് എന്ന
തരത്തിലുള്ള പരാതികൾ വ്യാപകമായി ഉയർന്നിരുന്നു. നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി ഏറ്റുവാങ്ങിയപ്പോൾ ഉയർന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനവും അതുതന്നെയായിരുന്നു. മുഖ്യമന്ത്രി പോലും അറിയാതെ ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് 3 പേരാണ്. അതിലൊന്ന് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി, മറ്റൊന്ന് ക്രമസമാധാന ചുമതലയുള്ള ADGP, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ മറ്റൊരുണ്ടെന്ന് ഇവർ ചേർന്നുകൊണ്ട് സംസ്ഥാന പോലീസിനെ ഭരിക്കുന്നു. ജില്ലാ സെക്രട്ടറിമാർ പറയുന്നത് പോലും പോലീസ് കേൾക്കുന്നില്ല എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ വളരെ ശക്തമാവുകയും ഇത് അവസാനിപ്പിക്കണമെന്ന് CPM ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനുശേഷം ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയെ മാറ്റണമെന്ന ആവശ്യം വരെ ഉയർന്നതാണ്. ഏതായാലും ആ സമയത്തൊന്നും മുഖ്യമന്ത്രി അതിന് വഴങ്ങിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് ഭരണപക്ഷത്തെ MLA ആയ PV അൻവറാണ്. അത് ഏതായാലും തള്ളിക്കളയാൻ സർക്കാർ തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും പോലീസ് ആസ്ഥാനത്ത് ഇത് വലിയ ഞെട്ടൽ ഉണ്ടാക്കിയെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു IPS ഉദ്യോഗസ്ഥൻ തന്നെ ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ രംഗത്ത് വരുന്നു എന്ന് മാത്രമല്ല, അത് ഭരണപക്ഷത്തെ ഒരു MLAയോട് തുറന്നു പറയുക കൂടി ചെയ്തിരിക്കുന്നു. മാത്രമല്ല, ഈ മലപ്പുറം മുൻ SP-യുടെ മറ്റൊരു ശബ്ദരേഖ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടിരുന്നു. അതും PV അൻവറുമായി നടത്തിയത് തന്നെയാണ്. PV അൻവറിന്റെ കാല് പിടിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അതിൽ സംസാരിക്കുന്നത്. തനിക്കെതിരായ പരാതി പിൻവലിക്കണമെന്ന് PV അൻവറിനോട് അദ്ദേഹം യാചിക്കുകയാണ്. ഈ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉയർന്നിരുന്നു. ആ പരാതിയാണ് പിൻവലിക്കണമെന്ന് അദ്ദേഹം PV അൻവറിനോട് യാചിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ശബ്ദരേഖ കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തുവിട്ടതാണ്. അതിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട്, PV അൻവർ ആവശ്യപ്പെടുന്ന എന്തും ചെയ്തു നൽകാൻ താൻ തയ്യാറാണ്. ഈ ഒരു പരാതി പിൻവലിച്ചാൽ മാത്രം മതി. മാത്രമല്ല, നേരത്തെ അദ്ദേഹത്തിന് ചെയ്തു നൽകിയ ചില ഉപകാരങ്ങൾ കൂടി ഈ SP ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. നമുക്കറിയാം, ശ്രീദാസ് ശബരിമല സമയത്ത് ഭക്തർക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയ ഒരു വ്യക്തി കൂടിയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ പേര് വലിയ വിമർശനങ്ങൾക്കും വഴിവെച്ചിരുന്നു. ഇപ്പോൾ ഏതായാലും അദ്ദേഹം തന്നെയാണ് ക്രമസമാധാന ചുമതലയുള്ള ADGPക്കെതിരെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് സർക്കാരിനെ പൂർണ്ണമായും വെട്ടിലാക്കിയിരിക്കുകയാണ്. രജനി, എന്തായാലും വരും മണിക്കൂറുകളിലും ഇതിൽ കൂടുതൽ വാർത്തകൾ പ്രതീക്ഷിക്കാം. പക്ഷെ അപ്പോൾ നമ്മൾ നോക്കിക്കാണേണ്ടത്, ഇത്രയധികം പരാമർശം, ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടും ആഭ്യന്തര വകുപ്പ് കൈയാളുന്ന മുഖ്യമന്ത്രി മൗനം പാലിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതെ, ഇന്നേതായാലും CPM സംസ്ഥാന സമിതി ചേരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെ വിഷയങ്ങൾ അവരെ പ്രതിരോധത്തിലാക്കി നിർത്തിയിരിക്കുന്നു, അതെല്ലാം ചർച്ചയിലേക്ക് വരും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉൾപ്പെടെ നമുക്ക് അതിലേക്കൊക്കെ വരാം. അതിനുമുമ്പ് നമുക്ക് നമ്മൾ 7 മണിയുടെ തുടക്കത്തിൽ ചർച്ച ചെയ്തൊരു വിഷയമുണ്ട്. ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരെ പ്രീണിപ്പിച്ച് അതിർത്തി കടക്കാൻ അനുവദിക്കുന്ന വഴിപിഴച്ച സമീപനമാണ് യൂറോപ്പ് നേരിടുന്ന വലിയ പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രജ്ഞാപ്രവാഹ് ദേശീയ കൺവീനർ ജെ നന്ദകുമാർ ജനം TV-യോട് പറഞ്ഞിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഏറ്റവും സമാധാനപൂർണ്ണമായ രാജ്യം എന്നറിയപ്പെട്ടിരുന്ന സ്വീഡൻ ഇപ്പോൾ ഏറ്റവും അപകടകരമായ അവസ്ഥയിലേക്ക് എത്തിയതിന് കാരണം ബഹുസ്വരത എന്ന ഓമനപ്പേരിൽ അറിയപ്പെടുന്ന തെറ്റായ കാഴ്ചപ്പാടുകളാണെന്നും ജനം TV ചീഫ് എഡിറ്റർ പ്രദീപ് പിള്ളയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ ജെ നന്ദകുമാർ പറഞ്ഞു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ട ശേഷം അതിലേക്ക് വരാം. ഡെത്ത് ഓഫ് യൂറോപ്പ് മരിക്കുകയാണ്. ആ മരണത്തിൻ്റെ പ്രധാനമായ കാരണം മൾട്ടി കൾച്ചറലിസം എന്ന ഓമന പേരിട്ട് ബഹുസ്വരതയെക്കുറിച്ചുള്ള തെറ്റായ കാഴ്ചപ്പാട് മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഇസ്ലാമിക നുഴഞ്ഞുകയറ്റക്കാരെ വൻതോതിൽ പ്രീണിപ്പിച്ച് സ്വന്തം നാട്ടിലേക്ക് വരാൻ അനുവാദം കൊടുക്കുന്ന ആ അപകടകരമായ സമീപനമാണ് ഈ ഭീകരമായ മരണത്തിന് കാരണം. വി ആർ കമ്മിറ്റിംഗ് എ സൂയിസൈഡ്. പലയിടങ്ങളിലും അത്തരം ഗെറ്റോസ്, ഇസ്ലാമിക് ഗെറ്റോസ് രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. സ്വീഡൻ 10-20 വർഷം മുമ്പ് ഞാൻ ഓർക്കുകയാണ്, ഒരു ലേഖനം വായിച്ചത്, ഹിന്ദുവിൽ വന്നൊരു ലേഖനം. സ്വീഡൻ ഈസ് ദ മോസ്റ്റ് പീസ്ഫുൾ നേഷൻ ഇൻ ദ ഹോൾ വേൾഡ്. ഏറ്റവും സമാധാനപൂർണമായ നാടെന്നാണ് അന്ന് അതിനെക്കുറിച്ചുള്ള സ്ഥാനം. അതായത് സമാധാനത്തിൻ്റെ, ശാന്തിയുടെ സൂചികയിൽ ഏറ്റവും മുകളിലായിരുന്നു. ഇന്ന് സ്വീഡൻ ഏറ്റവും അപകടം പിടിച്ച രാഷ്ട്രങ്ങളിൽ ഒന്നായി മാറി. അതിൻ്റെയും കാരണം ഈ വഴിപിഴച്ച, കാഴ്ചപ്പാടില്ലാത്ത, ദൂരദൃഷ്ടിയില്ലാത്ത ആർക്കാണ് ഇത് അനുവദിക്കേണ്ടത്? എപ്പോഴും നമ്മൾ ഹൃദയവിശാലതയുള്ളവരായിരിക്കണം എന്നത് വസ്തുതയാണ്. പക്ഷേ ഈ ഹൃദയവിശാലത നിങ്ങൾ ആർക്കാണ്? ഇത് പഴയ അറബിക്കഥയിലെ ഒട്ടകത്തിന് തലവയ്ക്കാൻ ഇടം കൊടുത്ത പോലെയാണ്. ഇന്നവർ തിരിച്ചറിയുമ്പോഴേക്കും ഒരുപക്ഷെ തിരിച്ച് നടക്കാൻ പറ്റാത്ത വിധത്തിൽ പെട്ടുപോയിരിക്കുന്ന ഒരവസ്ഥയാണ്. ഡൽഹിയിൽ നിന്നും ഗൗതം ചേർന്നുണ്ട്. ഗൗതം, പ്രജ്ഞാപ്രവാഹ് ദേശീയ സംയോജകന്റെ ജെ നന്ദകുമാറിൻ്റെ വാക്കുകൾ അത് പ്രാവർത്തികമാക്കുന്നത് തന്നെയാണ്. കാരണം ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ കണ്ടുവരുന്നത് തന്നെയാണ് ഭീകരവാദം. അതിനൊക്കെ ഇസ്ലാം നുഴഞ്ഞുകയറ്റം, മതഭീകരരുടെ നുഴഞ്ഞുകയറ്റം കാരണമാവുന്നുണ്ട്. അപ്പോഴും സ്വീഡൻ ഇക്കാര്യത്തിലൊരു നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുസ്ലിം ഭരണമാണ്, അല്ലെങ്കിൽ മുസ്ലിങ്ങൾ നുഴഞ്ഞു കയറുന്നുണ്ടെങ്കിൽ അവരുടെ നിയമങ്ങളൊക്കെ തന്നെ രാജ്യത്തിന് പുറത്ത് കൃത്യമായ രീതിയിൽ ഒരു അന്ത്യശാസനവും നൽകിയിട്ടുണ്ട്. ഇത് ഭാരതത്തിന് കൂടെ ഏൽക്കുന്ന ഒരു കാര്യമല്ല ഈ ദേശീയ സംയോജകർ പറഞ്ഞ ഒരു കാര്യം. കാരണം കൃത്യമായി നുഴഞ്ഞുകയറ്റം നടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഭാരതം എന്ന് പറയുന്നത്. പക്ഷേ അവിടെയൊക്കെ തന്നെ അതിർത്തികൾ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. സൈന്യം ശക്തമായ രീതിയിൽ തിരിച്ചടികളൊക്കെ തന്നെ നൽകുന്നുമുണ്ട്. ഒപ്പം യൂറോപ്യൻ രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധകമാവുന്ന ഒരു കാര്യം കൂടി തന്നെ അദ്ദേഹം വ്യക്തമാക്കിയതും.
രജനി, അങ്ങനെ തന്നെ വേണം അനുമാനിക്കാൻ. അതായത് യൂറോപ്യൻ രാജ്യങ്ങൾക്ക് പറ്റിപ്പോയത് ഇരുകൈയും നീട്ടി ഈ പുറത്തുനിന്നുള്ള കുടിയേറ്റക്കാരെ സ്വീകരിക്കുന്ന ഒരു സമീപനം പലപ്പോഴും യൂറോപ്പിലെ പല രാജ്യങ്ങൾക്കും അവിടുത്തെ ഭരണകൂടത്തിനും ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. അതിൻ്റെ ഭവിഷ്യത്ത് ഇപ്പോൾ ആ രാജ്യങ്ങൾ ഓരോന്നായി അനുഭവിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ സ്വീഡൻ ഉപപ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള പ്രസ്താവനയാണ് നമ്മളിപ്പോൾ ഈ വാർത്ത നൽകുവാൻ ഏറ്റവും അടിസ്ഥാനപരമായ കാരണമായി മാറിയിരിക്കുന്നത്. സ്വീഡൻ ഉപപ്രധാനമന്ത്രി വിശദീകരിക്കുന്നത് സ്വീഡിഷ് മൂല്യങ്ങളെ അംഗീകരിക്കാത്ത ആർക്കും ഈ രാജ്യത്ത് നിലനിൽപ്പില്ല, ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഇതൊരു ഇസ്ലാമിക രാജ്യമാണെന്ന് കരുതരുത്. സ്വീഡന്റെ രാഷ്ട്രസങ്കല്പത്തെയും അതല്ലെങ്കിൽ അതിൻ്റെ സംസ്കൃതിയെയും ഒന്നും അംഗീകരിക്കാൻ കഴിയില്ല എങ്കിൽ അവിടുത്തെ മുസ്ലിം ജനങ്ങൾ എത്രയും വേഗം ആ രാജ്യം വിട്ട് പുറത്തേക്ക് പോകണം, അതിൻ്റെ ടെറിട്ടറിക്ക് പുറത്തേക്ക് പോകണമെന്ന അന്ത്യശാസനം സ്വീഡൻ പോലെ ഒരു രാജ്യം നൽകുകയാണ്. കാരണം വളരെ സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് സ്വീഡൻ. നമുക്കറിയാം, ഏതാനും വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ അവിടെ ഈ ഭീകരാക്രമണങ്ങൾ ഉണ്ടാവുകയും അടുത്ത കാലത്ത് അവിടെ ജിഹാദി ശക്തികൾ നടത്തിയിട്ടുള്ള വിവിധ തരത്തിലുള്ള ആക്രമണങ്ങൾ, ആ ആക്രമണങ്ങളുടെ ഫലമായി ഇപ്പോൾ അവിടെ ഒരു മുസ്ലിം വിരോധം അവിടുത്തെ തദ്ദേശീയരുടെ ഇടയിൽ ഉണ്ടാവുകയും അടുത്ത കാലത്ത് സ്വീഡന്റെ വിവിധ ഭാഗങ്ങളിൽ ആളുകൾ ഖുറാൻ കൂട്ടത്തോടെ കത്തിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഏതാണ്ടൊരു 10-20 വർഷങ്ങൾക്ക് മുൻപ് അല്ലെങ്കിൽ ഒരു 10 വർഷങ്ങൾക്ക് മുൻപ് ഇത്തരം അക്രമ സംഭവങ്ങൾ അവിടെ ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഭിന്നതകൾ ഉണ്ടായിരുന്നില്ല. കാര്യമായ അക്രമങ്ങളൊന്നുമില്ലാതെ ലോകത്തിലെ തന്നെ ഏറ്റവും സമാധാന അന്തരീക്ഷം നിലനിന്നിരുന്ന രാജ്യങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷെ അവിടേക്കാണ് വിവിധ മുസ്ലിം രാജ്യങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ഏഷ്യൻ മുസ്ലിം രാഷ്ട്രങ്ങൾ, അതോടൊപ്പം തന്നെ സൗത്ത് ആഫ്രിക്കയിൽ നിന്നുള്ള മുസ്ലിം ഡോമിനേറ്റഡ് ആയിട്ടുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. അവിടെ നിന്നൊക്കെ തൊഴിലിനായി എന്ന പേരിൽ ധാരാളം ആളുകൾ സ്വീഡനിലേക്കും അതോടൊപ്പം തന്നെ ഫ്രാൻസിലേക്കും ഡെൻമാർക്കിലേക്കും ഒക്കെ ആളുകൾ കുടിയേറ്റക്കാരായി എത്തി. ആ കാലഘട്ടങ്ങളിൽ അവിടുത്തെ ഭരണാധികാരികൾ ഇവരെ സ്വീകരിക്കുകയും ബഹുസ്വരതയാണ് ഞങ്ങളുടെ സന്ദേശം എന്ന രീതിയിൽ ഇവർക്ക് വലിയ തോതിലുള്ള ജീവിത സൗകര്യങ്ങളും അതോടൊപ്പം തന്നെ തൊഴിലുമൊക്കെ ആ നാട്ടിൽ നൽകി. പക്ഷെ അവിടെയെല്ലാം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എണ്ണം വർദ്ധിക്കുന്ന ഘട്ടത്തിൽ സംഭവിച്ചത് അവർ വലിയ തോതിലുള്ള ഇസ്ലാമിക ഭീകരവാദത്തിന്റെ വഴിയിലേക്ക് സഞ്ചരിക്കുകയും മറ്റു മതങ്ങളെല്ലാം തെറ്റാണ്, അല്ലെങ്കിൽ മുസ്ലിം മാത്രമാണ് ശരി, ബാക്കിയുള്ളവർ ഞങ്ങളുടെ ഒരു ടെറിട്ടറിയിൽ നിന്ന് പോകണം, അല്ലെങ്കിൽ ഒരു പ്രദേശത്ത് ഇപ്പോൾ മുസ്ലിങ്ങൾ മാത്രമായി ജീവിക്കുകയാണെങ്കിൽ അവിടെ മറ്റുള്ള മതവിഭാഗങ്ങൾ ക്രിസ്മസ് ആഘോഷിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ മതം പ്രാക്ടീസ് ചെയ്യേണ്ട എന്നൊരു വികാരത്തിലേക്ക് എത്തുകയും അത് പിന്നീട് തദ്ദേശീയരും ഈ കുടിയേറ്റക്കാരും കുടിയേറി വന്ന മുസ്ലിങ്ങളും തമ്മിലുള്ള സംഘർഷത്തിന് വഴിവെക്കുകയാണ്. അതിനാലാണ് ഇപ്പോൾ സ്വീഡൻ ഭരണകൂടം ഇത്തരത്തിൽ ഒരു അന്ത്യശാസനം മുസ്ലിം ജനവിഭാഗത്തിന് പൂർണ്ണമായി തന്നെ, അതായത് ഭീകരവാദത്തിന്റെ പ്രവർത്തനങ്ങൾ അവിടെ നടക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ പൂർണ്ണമായി അവിടുന്ന് മുസ്ലിങ്ങൾക്ക് ഇത് അംഗീകരിക്കാൻ കഴിയാത്തവർ, സ്വീഡന്റെ സംസ്കാരത്തെയും അല്ലെങ്കിൽ അതിന്റെ തദ്ദേശീയ സ്വഭാവത്തെയും അംഗീകരിക്കാൻ കഴിയാത്ത ആളുകൾ ഈ രാജ്യം വിട്ട് പുറത്തേക്ക് പോകണം എന്ന ഒരു പരാമർശം നടത്തേണ്ട ഗതികേടിലേക്ക് ആ രാജ്യത്തെ എത്തിച്ചത് ഒരു കാലത്ത് എല്ലാ അർത്ഥത്തിലും ഈ കുടിയേറ്റത്തെ സ്വീകരിച്ചത് കൊണ്ടാണ് എന്നാണ് ഇപ്പോൾ പ്രജ്ഞാപ്രവാഹ അഖില ഭാരതീയ സംയോജക ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. എന്തായാലും ഇത് സ്വീഡന്റെ മാത്രം ഒരു സാഹചര്യമല്ല, മറിച്ച് ഫ്രാൻസ് നമുക്കറിയാം ഒരു കാലത്ത് ഏറ്റവും അധികം സോഷ്യലിസം എന്ന മുദ്രാവാക്യമൊക്കെ ഉയർത്തിപ്പിടിച്ച ഒരു രാജ്യമാണ്. മുസ്ലിം കുടിയേറ്റത്തിന് എല്ലാ അർത്ഥത്തിലും പിന്തുണ നൽകിയ ഒരു രാജ്യമാണ്. പക്ഷെ അതേ ഫ്രാൻസ് ഏറ്റവും ഒടുവിൽ ബുർക്ക ഉൾപ്പെടെ നിരോധിക്കുകയും ഫ്രാൻസിന്റെ പല ഭാഗങ്ങളിൽ വാങ്കുവിളി വരെ അവർ നിരോധിക്കുകയും ചെയ്യുന്ന സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. അടുത്ത കാലത്ത് ലണ്ടനിൽ നടന്നിട്ടുള്ള സംഘർഷം നമ്മൾ ഇതോടൊപ്പം കൂട്ടി വായിക്കണം. തദ്ദേശീയരും അവിടുത്തെ കുടിയേറ്റ മുസ്ലിങ്ങളും തമ്മിൽ സംഘർഷമുണ്ടാവുകയും അവിടെ വലിയ തോതിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്തു. അപ്പോൾ ഇത് മുഴുവൻ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇപ്പോൾ ഇസ്ലാമിക ഭീകരവാദത്തിനെതിരെ ഒരു വലിയ വികാരം ജനങ്ങൾക്കിടയിൽ രൂപപ്പെടുന്നു. അതിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഈ സ്വീഡിഷ് ഉപപ്രധാനമന്ത്രിയുടെ വാക്കുകൾ. ശരി, എന്തായാലും സ്വീഡൻ എടുത്ത അതേ നിലപാട് മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും കൈക്കൊള്ളണം എന്ന ഇസ്ലാമിക നുഴഞ്ഞുകയറ്റം എന്നത് ഭീകരവാദം തന്നെയാണ്, അതിനെ ചേർത്ത് നിൽക്കുക തന്നെ വേണം. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്. ഗൗതം, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തകൾ നോക്കാനുണ്ട്. ഗൗതം, ഒരു കാര്യം കൂടി അറിയേണ്ടത്, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഗുരുതരാവസ്ഥയിലെന്ന് അറിയുന്നു. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി എന്നാണ്. അദ്ദേഹം കുറച്ചു ദിവസമായി ആശുപത്രിയിലായിരുന്നു എന്നും അറിയുന്നു. എന്താണ് അദ്ദേഹത്തിന്റെ ആരോഗ്യനിലയുടെ അവസ്ഥ ഇപ്പോൾ? വീണ, CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. ഇന്നലെ രാത്രിയിൽ സീതാറാം യെച്ചൂരിയെ ICUവിൽ നിന്നും വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സീതാറാം യെച്ചൂരി ഡൽഹി എയിംസിൽ
പ്രവേശിപ്പിച്ചിരുന്നു. ഇദ്ദേഹത്തിന് ആരോഗ്യനില മോശമായതിൻ്റെ അടിസ്ഥാന കാരണം ന്യൂമോണിയ ബാധിച്ചതാണ്. ശ്വാസകോശ സംബന്ധമായ ചില അസുഖങ്ങൾ നേരത്തെ തന്നെ സീതാറാം യെച്ചൂരിക്ക് ഉണ്ടായിരുന്നു. അതിനൊപ്പം ന്യൂമോണിയ കൂടി ബാധിച്ചപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസമായി തുടർച്ചയായി ആശുപത്രി ചികിത്സയിൽ തന്നെയായിരുന്നു. അതിനിടയ്ക്ക് അടുത്തിടെ ഒരു വീഡിയോ ഒക്കെ സീതാറാം യെച്ചൂരി പുറത്തുവിട്ടിരുന്നു. താൻ ആരോഗ്യവാനാണ്, വളരെ സജീവമായി തിരിച്ചെത്തും എന്നത് സംബന്ധിച്ചൊക്കെയായിരുന്നു ആ വീഡിയോയിൽ പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം വെന്റിലേറ്ററിലാണ് സീതാറാം യെച്ചൂരി എന്നുള്ളതാണ്. 2 ദിവസങ്ങൾക്ക് മുൻപ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സീതാറാം യെച്ചൂരിയെ സന്ദർശിച്ചിരുന്നു. ഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ എത്തുന്ന സമയത്താണ് പിണറായി വിജയൻ എയിംസിലെത്തി സീതാറാം യെച്ചൂരിയെ കണ്ടത്. എന്തായാലും ഇപ്പോൾ സീതാറാം യെച്ചൂരി ICUവിൽ നിന്നും വെന്റിലേറ്ററിലേക്ക് മാറ്റിയിരിക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. വീണ. ഓക്കെ, ശരി ഗൗതം. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇങ്ങനെ ഈ നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം നടന്മാർ, സംവിധായകൻ, അങ്ങനെ എത്രയെത്ര വലിയ കണ്ണികളിലേക്കാണ് പരാതികൾ, കേസെടുപ്പുകൾ അങ്ങനെ നീങ്ങുന്നത്. അങ്ങനെ ഏറ്റവും ഇതൊന്നും ഹേമ കമ്മിറ്റിയിലുള്ള പരാതികളല്ല എന്നുള്ളതാണ്. അത് പരിശോധിക്കപ്പെടുമ്പോൾ എന്താണ് എന്നുള്ളത് നേരത്തെ സുധീഷ് സൂചിപ്പിച്ചതുപോലെ വലിയൊരു ബോംബ് തന്നെ പൊട്ടാനുള്ള സാധ്യത. സംവിധായകൻ ശ്രീകുമാർ മേനോനെതിരെയും പരാതികൾ ഉയർന്നിരുന്നു. കേസെടുത്തിരിക്കുന്നു. മരടിലെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്ന യുവതിയുടെ പരാതിയിലാണ് മരട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. സുധീഷ് ഗോപാൽ കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നുണ്ട്. സുധീഷ്, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന കേസാണ് ശ്രീകുമാർ മേനോനെതിരെ. ആ സംഭവം എന്താണ്? വീണ പരസ്യ ചിത്രത്തിൽ അഭിനയിപ്പിക്കാൻ അവസരം നൽകാമെന്ന് പറഞ്ഞ് ഒരു പെൺകുട്ടിയെ മരടിലെ ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നതാണ് കേസ്. ഇത് 2020-ലാണ് ഇത്തരം ഒരു സംഭവം നടക്കുന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മരട് പോലീസ് ശ്രീകുമാർ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഈ കേസ് ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് മാറിയിരിക്കുകയാണ്. തുടർന്നുള്ള തെളിവെടുപ്പ് അടക്കമുള്ള കൂടുതൽ അന്വേഷണങ്ങളെല്ലാം തന്നെ പ്രത്യേക അന്വേഷണ സംഘമാവും. ഈ പരാതിക്കാരി തന്നെ ബാബുരാജിൽ നിന്നും മോശം അനുഭവം ഉണ്ടായതായും പരാതിപ്പെട്ടിരുന്നു. ഈ സംഭവത്തിലാണ് ഇപ്പോൾ മരട് പോലീസ് ശ്രീകുമാർ മേനോനെതിരെ കേസെടുത്തിരിക്കുന്നത്. വീണ. ഓക്കെ, അത് ഏറ്റവും ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് വന്ന പരാതിയാണ്. പരാതികൾ ഇങ്ങനെ പലതും നിൽക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കാനാവാതെ, ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ട് പോലും നടപടികളിലേക്ക് പോകാനാകാതെ കോടതിയിൽ നിന്നും വിവിധ കേസുകളിൽ താൽക്കാലിക ആശ്വാസമൊക്കെ നേടി നിൽക്കുന്നവരുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ MLA മുകേഷ് തന്നെയാണ്. പക്ഷെ ഇന്ന് എന്തുകൊണ്ട് ഇത് വീണ്ടും ചർച്ചയിലേക്ക് വരുന്നു എന്ന് ചോദിച്ചാൽ CPM സംസ്ഥാന സമിതി ചെയ്യുന്നുണ്ട്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും MLAയുമായ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ഒരു വശത്ത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഈ വിഷയം ഇന്ന് സംസ്ഥാന സമിതി ചർച്ച ചെയ്യും എന്നാണ് അറിയുന്നത്. ചെയ്യാതിരിക്കാൻ അവർക്ക് തരമില്ല. കാരണം പാർട്ടി പല രീതിയിൽ പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കൊല്ലത്തു നിന്നുള്ള നേതാക്കളുടെ അഭിപ്രായം കേൾക്കും എന്നുകൂടി അറിയുകയാണ്. ഈ വിഷയത്തിൽ പക്ഷേ നമുക്കറിയാം CPI ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടതുമുന്നണിയിൽ ഇത് വലിയ പ്രശ്നമായി നിൽക്കുകയുമാണ്. എങ്ങനെയായിരിക്കും ഈ വിഷയം ചർച്ച ചെയ്യുക എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. നമ്മോടൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ടിൻഡു ദാസാണ്. ടിൻഡു, നമസ്തേ. ഈ വിഷയം ചർച്ച ചെയ്യും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ CPM ഇതുവരെ എടുത്ത നിലപാടുകൾ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവർ ഈ വിഷയം പരിഗണിക്കുക എന്ന് പറയുന്നത് ആശങ്കയാണ്. ഈ പുറത്തുയർന്ന പ്രതിഷേധമൊക്കെ അവർ കാണുന്നില്ല എന്നുള്ളത് വളരെ പ്രധാനമാണെന്ന് മാത്രമല്ല, CPI എടുത്തിരിക്കുന്ന നിലപാട് കൂടി അവർ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതിൽ വെള്ളത്തിൽ കാല് വെക്കുന്ന ഒരു നിലപാടാണ്. കാരണം അതിന് മുന്നേ ദിവസം ബിനോയ് വിശ്വം പറഞ്ഞിട്ടുണ്ടായിരുന്നു CPIക്ക് ഒരു നിലപാടുണ്ട് മുകേഷിന്റെ കാര്യത്തിൽ, അത് വ്യക്തമാക്കും. പക്ഷെ ആനിരാജ പ്രതികരിച്ചതിന് ശേഷം തുടക്കത്തിൽ തന്നെ അല്ലേ, ആനിരാജ പ്രതികരിച്ചതിന് ശേഷം അത് CPIയുടെ നിലപാടല്ല എന്നുള്ള കാര്യമാണ് ഇന്നലെ ബിനോയ് വിശ്വം പറഞ്ഞത്. ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ പാർട്ടിക്കുള്ളിൽ തന്നെ സ്ത്രീപക്ഷ നിലപാടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ ആയിട്ടുള്ള ചിലരെങ്കിലും ഇതിന് ചില വിയോജിപ്പുകളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ മുൻപ് ഈ വിഷയത്തോട് വലിയ പ്രശ്നങ്ങൾ കാണിച്ചിരുന്ന ആളുകളൊക്കെ പാർട്ടിയുടെ ഭാഗമായി കഴിഞ്ഞപ്പോൾ നിലപാട് മാറ്റുന്നതും അല്ലെങ്കിൽ മിണ്ടാതിരിക്കുന്നതും ഒക്കെ നമ്മൾ കാണുകയാണ്. അതെല്ലാം ടിൻഡു ചേരുന്നു. ടിൻഡു, നമസ്തേ. ഈ വിഷയം ഇന്ന് എങ്ങനെ പാർട്ടി കൈകാര്യം ചെയ്യും എന്നുള്ളതാണ് നോക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായം ഇടതുമുന്നണിക്കുള്ളിലുണ്ട്. മുന്നണിയിൽ CPIയിൽ തന്നെ പല വേർഷൻസ് ഉണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ വിഷയം ചർച്ച ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരും നോക്കിയിരിക്കുന്നത്. പക്ഷേ ആവശ്യം ഒന്നേ ഉള്ളൂ, മുകേഷിൻ്റെ രാജി. ഗുഡ് മോർണിംഗ് വീണ, രജനി. ഇന്ന് CPM സംസ്ഥാന സമിതിയിൽ പ്രധാന അജണ്ട വിഷയത്തിൽ മുകേഷിൻ്റെ രാജി വന്നിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ തെരഞ്ഞെടുപ്പിലേറ്റിയ വലിയ പരാജയം, അതോടൊപ്പം തന്നെ പാർട്ടി സമ്മേളനങ്ങൾക്ക് മുമ്പുള്ള സംസ്ഥാന സമിതി യോഗമാണ്. ഇതിൽ പ്രധാന അജണ്ടയായിട്ട് വരുന്നത് EP പ്രകാശ് ജാവദേക്കറെ കണ്ടു എന്ന വാദവും അതോടൊപ്പം തന്നെ PK ശശിയുമായി ബന്ധപ്പെട്ട വിവാദവുമാണ് പ്രധാന അജണ്ട. കാരണം ഇതിലൊന്നും ഇതുവരെ പരിഹാരം ഉണ്ടായിട്ടില്ല. അതിനുശേഷമാണ് ഇപ്പോൾ മുകേഷ്
മുകേഷുമായി സംബന്ധിച്ച വിഷയങ്ങൾ വരുന്നത്. മുകേഷിൻ്റെ വിഷയം സ്ത്രീകൾ, അതായത് ഈ നേരത്തെ തന്നെ CPI മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ട് നിലപാട് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ വനിതാ നേതാക്കളും ഈ മുകേഷിൻ്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് ശക്തമായിട്ട് പാർട്ടിക്കുള്ളിൽ നിലപാട് അറിയിച്ചിരുന്നു. ഇന്നലെ ചേർന്ന CPM സെക്രട്ടേറിയറ്റ് മുകേഷിൻ്റെ രാജിയെ പറ്റി വിശദമായി ചർച്ച ചെയ്തിട്ടില്ല എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത്. കാരണം മുകേഷ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഈ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചിരുന്നു എന്നാണ് വിവരം ലഭിക്കുന്നത്. പക്ഷേ പാർട്ടി ഇന്നലെ വരെ പ്രതീക്ഷിച്ചിരുന്നത് മുകേഷിന് എളുപ്പത്തിൽ ജാമ്യം കിട്ടാകുന്ന രീതി, അല്ലെങ്കിൽ ഒരു പക്ഷേ FIR പോലും റദ്ദാക്കാവുന്ന ഒരു കേസായിരിക്കുമെന്നായിരുന്നു ഇന്നലെ വരെ പാർട്ടിയുടെ ധാരണ. അതുകൊണ്ട് തന്നെ ഈ വിഷയം, അതായത് മുകേഷിന്റെ രാജി ഉൾപ്പെടെയുള്ള വിഷയം ഇന്നലെ ചർച്ച ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്നലെ ചർച്ചയ്ക്ക് വെച്ചിരുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷേ ഇന്നലെ മുകേഷിന്റെ വക്കീലും അതോടൊപ്പം തന്നെ മുകേഷും പാർട്ടിയും സർക്കാരുമായിട്ട് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് ഇതിപ്പോൾ ജാമ്യമില്ലാത്ത വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. മുകേഷ് തെളിവുകൾ ഉൾപ്പെടെ നൽകിയിരുന്നു എന്നുള്ള വാദം പറയുമ്പോഴും നിലവിലിപ്പോൾ നിയമപരമായിട്ട് ഒരു തരത്തിലും മുകേഷിനെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു രീതിയിലേക്ക് എത്തുമ്പോഴാണ് പാർട്ടി കുറച്ചുകൂടി സമ്മർദ്ദത്തിലാകുന്നത്. കാരണം എങ്ങനെയെങ്കിലും ഇന്നത്തെ സംസ്ഥാന സമിതിക്ക് ഈ വിഷയം ചർച്ച ചെയ്തേ മതിയാവൂ. കാരണം ഈ കൊല്ലത്തുള്ള നേതാക്കന്മാരുടെ വാദം കേൾക്കണം, അതോടൊപ്പം തന്നെ മറ്റു വനിതാ നേതാക്കന്മാരുടെ അഭിപ്രായമൊക്കെ കേൾക്കേണ്ടതായിട്ട് വരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കൊല്ലത്ത്, അതായത് കൊല്ലം ജില്ലാ നേതൃത്വത്തിന് മുകേഷിന് അല്ലെങ്കിൽ മുകേഷിന്റെ പ്രവൃത്തിയോട് മുകേഷിനെ കുറിച്ചൊക്കെ നേരത്തെ തന്നെ അതൃപ്തി ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജില്ലയിലെ പ്രധാന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനമായിട്ട് വരുന്ന പാർട്ടിയുമായി സംബന്ധിക്കുന്ന വിഷയങ്ങളിലൊന്നും മുകേഷ് സഹകരിക്കില്ല എന്ന് നേരത്തെ തന്നെ സംസ്ഥാന കമ്മിറ്റിയോട് ജില്ലാ നേതൃത്വം അറിയിച്ചിരുന്നതാണ്. പക്ഷെ അത് പല ഘട്ടങ്ങളിൽ പോലും ഈ വിഷയം ചർച്ചയാവാതെ വരികയായിരുന്നു. അപ്പോഴാണ് ഹേമ കമ്മിറ്റി പുറത്തു വരുന്നത്. ഹേമ കമ്മിറ്റി പുറത്തു വന്നതോടെ സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന, അല്ലെങ്കിൽ പാർട്ടിയെ തന്നെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിലാണ് ഓരോ വിഷയങ്ങളും വരുന്നത്. അതുകൊണ്ട് തന്നെ ജില്ലാ നേതൃത്വം ഈ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയം പാർട്ടിയെ അറിയിച്ചിരുന്നു. അതോടൊപ്പം തന്നെ CPIയും മറ്റ് ഘടകകക്ഷികളും അറിയിച്ചിരുന്നു. നമുക്കറിയാം LDF മുന്നണിയിലെ ഏറ്റവും, അല്ലെങ്കിൽ ആദ്യം എടുത്തു പറയേണ്ട ഒരു ഘടകകക്ഷി CPI ആണ്. CPI ആദ്യം ഇത്തരത്തിൽ മുകേഷിന്റെ രാജി, അല്ലെങ്കിൽ മുകേഷ് ഈ സ്ഥാനത്ത് MLA സ്ഥാനത്ത് നിന്ന് രാജിവെച്ചുകൊണ്ട് ധാർമ്മികത പുലർത്തണമെന്ന് ആദ്യം നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ പിന്നീട് ചേർന്ന എക്സിക്യൂട്ടീവ് യോഗങ്ങളിൽ ഭിന്നാഭിപ്രായം ഉണ്ടാവുകയും പിന്നീട് CPMന് അനുകൂലമായൊരു തീരുമാനം CPIയും എടുക്കുന്ന ഒരു ഘട്ടം വരികയുണ്ടായി. അപ്പോൾ അത് ഒരു പക്ഷേ ഒരു നിലപാടില്ലാത്ത ഒരു രീതിയിലായിപ്പോയി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ബിനോയ് വിശ്വം ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ പറഞ്ഞു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം CPIയിലെ മുതിർന്ന നേതാവായ ആനി രാജ ഉൾപ്പെടെ ഉള്ള ആളുകൾ, അല്ലെങ്കിൽ CPMലെ ബൃന്ദാകാരായിട്ട് ഉൾപ്പെടെയുള്ള വനിതാ നേതാക്കൾ മുകേഷ് ഈ രാജിവെച്ചുകൊണ്ട് ധാർമ്മികത പുലർത്തണം, പാർട്ടിക്ക് കളങ്കം ഉണ്ടാക്കരുത് എന്ന രീതിയിലൊരു നിലപാട് മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ 2 വിഷയങ്ങൾ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ കൂടുതലും സമ്മർദ്ദത്തിലായിരിക്കുന്നത് നേതൃത്വമാണ്. അതുകൊണ്ട് തന്നെ ഈ EP-ക്കും EP അതോടൊപ്പം തന്നെ ശശി, ഈ PK, ഈ 2 കേസുകളിലും ഇതുവരെ നിലപാട് സ്വീകരിക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോഴാണ് മൂന്നാമതൊരു പ്രശ്നം വരുന്നത്. അപ്പോൾ ഈ 3 വിഷയങ്ങളിലും എങ്ങനെ പാർട്ടി ഐക്യകണ്ഠേനെ അല്ലെങ്കിൽ ജനങ്ങൾക്ക് മുന്നിൽ എങ്ങനെ ഈ വിഷയങ്ങൾ സംസാരിക്കും? കാരണം നമുക്കറിയാം ഇനി വരാൻ പോകുന്നത് പാർട്ടി സമ്മേളനങ്ങളാണ്. പാർട്ടി സമ്മേളനങ്ങൾ കൂടുതലും കേഡർമാരായിരിക്കും. കേഡർമാരുടെ മുമ്പാകെ എങ്ങനെ ഈ വിഷയങ്ങൾ സാധൂകരിച്ചുകൊണ്ട്, എങ്ങനെ ഐക്യകണ്ഠേനെ നേതാക്കന്മാർക്ക് ഈ വിഷയങ്ങൾ സാധൂകരിച്ചുകൊണ്ട് സംസാരിക്കാം എന്നൊരു തീരുമാനമായിരിക്കും ഉണ്ടാകുക. കാരണം നമുക്കറിയാം ഇന്ന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട പാർട്ടി സെക്രട്ടറി കൂടിയായ MV ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണും. അതിന് മുന്നോടിയായിട്ട് തന്നെ എല്ലാ നേതാക്കന്മാരും പൊതു ഇടങ്ങളിലും പാർട്ടി സമ്മേളനങ്ങളിലും കേഡർമാരെ സ്വാധീനിക്കാൻ വേണ്ടി എങ്ങനെയാണ് ഈ വിഷയം സാധൂകരിച്ച് അവതരിപ്പിക്കേണ്ട രീതിയിലൊരു ഐകകണ്ഠേയമായിട്ടൊരു തീരുമാനമെടുക്കും. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർന്ന സെക്രട്ടേറിയറ്റും അതോടൊപ്പം തന്നെ LDF യോഗങ്ങളിലൊക്കെ ഉണ്ടായ ചർച്ച എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു പോയ പാർട്ടിയുടെ മുഖം തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു. അതിൽ അവസാനം വന്ന ആമേഴഞ്ചൻ തോട് വരെ ചർച്ചയായിട്ടുണ്ട്. അതിലൂടെ ഈ പാർട്ടിയിലെ യുവ കേഡർമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാലിന്യ നിർമ്മാർജ്ജന പദ്ധതിയൊക്കെ പ്ലാൻ ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലൊരു പ്രശ്നവും കൂടി വരുന്നത്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം എങ്ങനെ പൊതുജനങ്ങൾക്കിടയിൽ മറ്റൊരു രീതിയിൽ അല്ലെങ്കിൽ സാധൂകരിച്ചുകൊണ്ട് ഒരു ജനകീയ മുഖം വീണ്ടെടുക്കാനുള്ള ശ്രമമായിരിക്കും ഇന്ന് ചേരുന്ന CPM സംസ്ഥാന സമിതി ചർച്ച ചെയ്യുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും മുകേഷിന്റെ രാജി സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് മുകേഷിനെ രാജി വെപ്പിക്കില്ല എന്നൊരു വിവരവും പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സിനിമാ നയരൂപീകരണ കമ്മിറ്റിയിലെ അംഗമാണ് മുകേഷ് എന്ന് പറയുന്നത്. അപ്പോൾ നേരത്തെ സജി ചെറിയാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ പറഞ്ഞിട്ടുള്ളത് സിനിമാ നയരൂപീകരണ കമ്മിറ്റി അംഗമായിട്ടുണ്ടെങ്കിൽ സിനിമയുടെ മുകേഷിനൊപ്പം തന്നെയാണ് CPM, സഹാവ്, സംരക്ഷണം, അങ്ങനെ പല പല പേരുകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇനി അറിയേണ്ടത് ഇന്നത്തെ സംസ്ഥാന സമിതിയിൽ അജണ്ട ഇല്ല എന്ന് ടിൻഡു വ്യക്തമാക്കി കഴിഞ്ഞു. പക്ഷെ എന്നാലും
ഒരു നടപടി വേണ്ടേ? ഇത്രയും വലിയൊരു ജനപ്രതിനിധിയാണ്. ഈ ജനപ്രതിനിധികൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പീഡന ആരോപണം ഉയർത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ മാറ്റി നിർത്തുക എന്നുള്ള ഒരു ധാർമ്മികത CPM-നുണ്ട്. അതിവിടെ നടത്തുന്നില്ല. ഒപ്പം കേരളം ഒന്നാകെ ചോദിക്കുന്നത് സ്ത്രീപക്ഷത്തിനൊപ്പം എന്ന് പറഞ്ഞ് രണ്ടാമതും അധികാരത്തിലേറിയ സർക്കാരിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ആളുകളാണ് ഈ രീതിയിൽ പ്രവർത്തനം നടത്തുന്നത്. അതിൽ മുഖ്യമന്ത്രി അടക്കം മൗനം പാലിക്കുകയും ചെയ്യുന്നുണ്ട്. അത് മുകേഷിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ തന്നെ അത് ആ നയം വ്യക്തമാക്കിയതാണ് അവർ. എന്താണ് ആ വിഷയത്തിൽ അവരുടെ നയം എന്നുള്ളത്. അതേസമയം ഈ മുകേഷിന്റെ രാജി ഇവർ ചർച്ച ചെയ്യുമോ എന്ന് നമ്മൾ ആശങ്കപ്പെടുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ അജണ്ട എന്ന് ചോദിച്ചാൽ ഈ സമീപകാലത്ത് ഏറ്റ തോൽവി, തിരഞ്ഞെടുപ്പിലേറ്റ തോൽവി, ഇപ്പം അതിനെക്കുറിച്ചുള്ള വിലയിരുത്തലുകളൊക്കെ ഒരുപക്ഷെ നമ്മൾ ചോദിക്കില്ലല്ലോ, ചിന്തിക്കില്ലല്ലോ എന്ന് കൂടി അവർ കരുതുന്നുണ്ടാകാം. ഇതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുള്ള രീതിക്കാണ് CPM മുന്നോട്ട് പോകുന്നത്. അതെ അതെ. ഓക്കെ, നമുക്ക് ഇടവേള എടുക്കാം. കാരണം നമുക്ക് വീണ്ടും അതിവേഗ വാർത്തകളിലേക്ക് പോകേണ്ടതുണ്ട് അല്ലേ? വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് നോക്കി വരാം. ഇടവേള. റാപ്പിഡ് ന്യൂസ് തുടങ്ങുന്നു. നോക്കാം വാർത്തകൾ വേഗത്തിൽ. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി ഗുരുതരാവസ്ഥയിൽ. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് വെന്റിലേറ്ററിലേക്ക് മാറ്റി. ന്യൂമോണിയ ബാധയെ തുടർന്നാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. RSS അഖില ഭാരതീയ സമന്വയ ബൈഠക് ഇന്ന് ആരംഭിക്കും. പാലക്കാട് അഹല്യ ക്യാമ്പസിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന ബൈഠക് നടക്കുന്നത്. BJP, BMS ഉൾപ്പെടെ 32 വിവിധ ക്ഷേത്ര സംഘടനകളുടെ ദേശീയ അധ്യക്ഷന്മാരും സംഘടനാ സെക്രട്ടറിമാരും ഉൾപ്പെടെ ബൈഠക്കിൽ പങ്കെടുക്കും. മുകേഷ് വിഷയത്തിൽ മൗനം പാലിച്ച് CPM. MLA-യുടെ രാജി വിഷയം ഇന്ന് ചേരുന്ന സംസ്ഥാന സമിതി ചർച്ച ചെയ്യും. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വിഷയം ചർച്ചയായില്ല. കൊല്ലത്തെ നേതാക്കളുടെ അഭിപ്രായം ആരായും. രാജി ആവശ്യം അംഗീകരിച്ചേക്കില്ല. വിവാദങ്ങൾക്കിടെ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകുന്നു. തെരഞ്ഞെടുപ്പ് പരാജയത്തിലും വീഴ്ചകളിലും സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ വലിയ വിമർശനങ്ങൾ സമ്മേളനങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. തിരുത്തൽ നയത്തിന് തുടർച്ച വേണമെന്നും യോഗങ്ങളിൽ ആവശ്യമുയരും. നടൻ മോഹൻലാൽ ഇന്ന് ഉച്ചയ്ക്ക് മാധ്യമങ്ങളെ കാണും. കേരള ക്രിക്കറ്റ് ലീഗ് ലോഞ്ചിന് ശേഷം തിരുവനന്തപുരത്താണ് മാധ്യമങ്ങളെ കാണുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്ന ശേഷം ആദ്യമായാണ് മോഹൻലാൽ മാധ്യമങ്ങളെ കാണുക. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നു. ഒക്ടോബറിൽ റഷ്യയിലെ കസാനിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിക്കിടെ ഇരു നേതാക്കളും തമ്മിൽ ചർച്ച നടക്കാനാണ് സാധ്യത. ഇന്ത്യ ചൈന അതിർത്തി തർക്കം പരിഹരിക്കാനുള്ള നയതന്ത്ര നീക്കങ്ങൾ ശക്തമാക്കുന്നതിനിടെയാണ് ഉന്നത നേതാക്കളുടെ കൂടിക്കാഴ്ചയ്ക്ക് ആലോചന നടക്കുന്നത്. ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ആദ്യ BJP യോഗത്തിൽ പങ്കെടുത്തത് റാഞ്ചിയിൽ നടന്ന യോഗത്തിൽ. സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് നൽകി. മഴ തുടരുന്ന സാഹചര്യത്തിൽ മലയോര തീരദേശ മേഖലകളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണു ഇന്ന് വിരമിക്കും. പടിയിറങ്ങുന്നത് സംസ്ഥാന സർക്കാരിനായി പലവട്ടം രാഷ്ട്രീയ സ്വഭാവമുള്ള നിലപാടുകൾ സ്വീകരിച്ച IAS ഉദ്യോഗസ്ഥൻ. വേണുവിന്റെ ഭാര്യയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായ ശാരദാ മുരളീധരൻ ആണ് പുതിയ ചീഫ് സെക്രട്ടറി. പടിയിറക്കം ഭർത്താവിൽ നിന്ന് ഭാര്യ ചീഫ് സെക്രട്ടറി പദവി ഏറ്റെടുക്കുന്നുവെന്ന അപൂർവത കൂടിയുണ്ട്. സംസ്ഥാനത്തെ കെട്ടിട നിർമ്മാണ ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയിട്ട് 1 വർഷം. 3.5 ലക്ഷത്തിലധികം തൊഴിലാളികൾക്ക് 1600 രൂപ പെൻഷനും ആനുകൂല്യങ്ങളും സർക്കാർ നൽകിയിട്ട് 13 മാസം. സർക്കാരിന്റെ ക്രൂരത കിട്ടുന്ന തുച്ഛമായ വേതനത്തിൽ നിന്നും അംശാദായം അടച്ച തൊഴിലാളികളോടാണ്. വാർദ്ധക്യകാലത്ത് ലഭിക്കുന്ന ഏക വരുമാനവും നിലച്ചതോടെ വലിയ പ്രതിസന്ധിയിലാണ് തൊഴിലാളികൾ. കാട്ടാന ശല്യത്തിൽ പൊറുതിമുട്ടി ഇടുക്കി കാന്തല്ലൂർ മേഖല. പെരുമലയിലെ സേക്രഡ് ഹാർട്ട് ഹൈസ്കൂൾ ഗേറ്റ് ആനക്കൂട്ടം തകർത്തു. സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശങ്ങളിൽ പകൽ സമയങ്ങളിലും കാട്ടാനയുടെ സാന്നിധ്യമുണ്ട്. കാട്ടാനയെ തുരത്താൻ വനംവകുപ്പ് ഇടപെടൽ നടത്തുന്നില്ല എന്നും ആരോപണമുണ്ട്. പാലക്കാട്, എറണാകുളം ജില്ലകളിലായി സഭാതർക്കം നിലനിൽക്കുന്ന 6 പള്ളികൾ ഏറ്റെടുക്കാൻ കളക്ടർമാർക്ക് ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഓടക്കാലി സെന്റ് മേരീസ് പള്ളി ഓർത്തഡോക്സ് സഭയ്ക്ക് കൈമാറുന്ന വിഷയത്തിൽ ഉൾപ്പെടെയുള്ള കോടതിയലക്ഷ്യ ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസ് VG അരുൺ. ഹർജി ഇനി പരിഗണിക്കുന്നത് അടുത്ത മാസം 30-ന് മുൻപ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർമാർ നൽകണം. മാഫിയ ഗ്രൂപ്പാണ് മലയാള സിനിമയിൽ പ്രവർത്തിക്കുന്നതെന്ന് സംവിധായകൻ രാമസിംഹൻ. ഫെഫ്ക ജനറൽ സെക്രട്ടറിയും സംവിധായകനുമായ B ഉണ്ണികൃഷ്ണൻ ഗുണ്ടാസംഘ തലവനാണ്.
ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള സിനിമാ സെറ്റുകളിലെ ലഹരി ഉപയോഗത്തെക്കുറിച്ചും ചർച്ചകൾ വേണമെന്ന് രാമസിംഹൻ ജനം ടിവിയോട് പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ കമ്പനിയായ MSCയുടെ കൂടുതൽ മദർഷിപ്പുകൾ വിഴിഞ്ഞത്തേക്ക്. ഫീഡർ കപ്പലായ MSCയുടെ അടൂവി ചരക്കുമായി ഇന്ന് വിഴിഞ്ഞത്ത് നങ്കൂരമിടും. സെപ്റ്റംബർ 3-ാം തീയതി മറ്റൊരു മദർഷിപ്പ് കൂടി വിഴിഞ്ഞത്തെത്തുന്നതോടെ കണ്ടെയ്നർ വിനിമയത്തിന് സാധ്യത കൂടും. മെഡിറ്ററേനിയൻ ഷിപ്പിംഗ് കമ്പനി വിഴിഞ്ഞം തുറമുഖവുമായി പുതിയ വ്യവസായം ആരംഭിക്കുമെന്നും സൂചനയുണ്ട്. കുതിച്ചുയർന്ന ഓണം ബമ്പർ വിൽപ്പന. ഇതുവരെ 23 ലക്ഷം ടിക്കറ്റുകളാണ് സംസ്ഥാനത്ത് വിറ്റഴിച്ചത്. ഓഗസ്റ്റ് 1-ന് പുറത്തിറക്കിയ 10 ലക്ഷം ടിക്കറ്റുകൾ നിമിഷ നേരത്തിൽ വിറ്റഴിച്ചതോടെ സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പ് കൂടുതൽ ടിക്കറ്റുകൾ വിപണിയിലെത്തിക്കുകയായിരുന്നു. 500 രൂപ നിരക്കിലാണ് ടിക്കറ്റ് വിൽക്കുന്നത്. അഖില ഭാരതീയ സാഹിത്യ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഓണവും പരിസ്ഥിതിയും എന്ന വിഷയത്തിൽ കവിതാ രചനാ മത്സരം നടത്തുന്നു. തിരഞ്ഞെടുക്കുന്ന ഏറ്റവും നല്ല കവിതകൾക്ക് 1, 2, 3 സമ്മാനങ്ങൾ നൽകും. കവിത അയക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ 9-ആണ്. കവിതകൾ abspkerala1@gmail.com എന്ന ഇമെയിൽ ID-യിലേക്ക് അയക്കാം. വയോജനങ്ങളുടെ ശാരീരിക മാനസികാരോഗ്യം ലക്ഷ്യമിട്ട് സംസ്ഥാന ആയുഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ 2400 സ്പെഷ്യൽ വയോജന മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. നാഷണൽ ആയുഷ് മിഷൻ, ഭാരതീയ ചികിത്സാ വകുപ്പ്, ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ ആഭിമുഖ്യത്തിലാണ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നത്. ഒമാനിൽ മയക്കുമരുന്ന് കൈവശം വെച്ച പ്രവാസി അറസ്റ്റിൽ. മയക്കുമരുന്നും 2700 സൈക്കോട്രോപിക് ഗുളികകളുമാണ് ഇയാളുടെ കൈവശം കണ്ടെത്തിയത്. നിയമ നടപടികൾ പൂർത്തിയാക്കി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. പാരലിമ്പിക്സിന്റെ 2-ാം ദിനം മെഡൽ വേട്ട തുടങ്ങി ഇന്ത്യ. വനിതകളുടെ 10 മീറ്റർ എയർ റൈഫിളിൽ ഇന്ത്യക്കായി അവനി ലഖേര സ്വർണം നേടിയപ്പോൾ മോന അഗർവാൾ വെങ്കലവും നേടി. പുരുഷന്മാരുടെ 10 മീറ്റർ എയർ പിസ്റ്റളിൽ മനീഷ് നർവാളിന് വെള്ളി. വനിതകളുടെ 100 മീറ്റർ ഓട്ടത്തിൽ ഇന്ത്യയുടെ പ്രീതി പാലിന് വെങ്കലം. സംസ്ഥാനത്തെ കായിക മേഖലയിൽ പ്രൊഫഷണലിസത്തിന്റെ മറ്റൊരു പതിപ്പാകാൻ കേരള ക്രിക്കറ്റ് ലീഗിന് കൊടിയുയരുന്നു. ക്രിക്കറ്റ് പ്രതിഭകൾക്ക് കൂടുതൽ ശ്രദ്ധയും അവസരവും നേടാനുള്ള സാധ്യതകൾക്കാണ് KCL-ിലൂടെ വഴി തുറക്കുന്നത്. ചടങ്ങ് മോഹൻലാൽ ഉദ്ഘാടനം ചെയ്യും. സ്പാനിഷ് മുന്നേറ്റ താരം ജെസസ് ജിമനേസ് ന്യൂനസുമായി കരാർ ഒപ്പിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് FC. 2 വർഷത്തേക്കാണ് കരാർ. 2026 വരെ താരം ബ്ലാസ്റ്റേഴ്സിൽ കളിക്കും. ഗ്രീക്ക് സൂപ്പർ ലീഗിൽ OFI ക്രീറ്റിനൊപ്പം 2023 സീസൺ കളിച്ച ശേഷമാണ് ജിമനൈസ് ബ്ലാസ്റ്റേഴ്സിൽ ചേരുന്നത്. സൂപ്പർ ലീഗ് കേരള 11-ഉം മുഹമ്മദൻസും തമ്മിൽ നടന്ന സൗഹൃദ മത്സരത്തിൽ മുഹമ്മദൻസിന് ജയം. മഞ്ചേരിയിൽ നടന്ന മത്സരത്തിൽ 1-നെതിരെ 2 ഗോളുകൾക്കായിരുന്നു മുഹമ്മദൻസിന്റെ വിജയം. വയനാട് ദുരിതത്തിന് പണം സമാഹരിക്കാനായാണ് മത്സരം നടത്തിയത്. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ഇന്ന് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും നേർക്കുനേർ. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന്റെ ആദ്യ ഡ്യൂറൻ കപ്പ് ഫൈനലാണ്. മത്സരം കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിലാണ് വൈകിട്ട്. അലക്സ് സാഞ്ചസിനെ സ്വന്തമാക്കി മലപ്പുറം FC. ഗോകുലം കേരള FC-യിൽ നിന്നാണ് സ്പാനിഷ് സ്ട്രൈക്കർ മലപ്പുറം FC-യിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ I-ലീഗിലെ ടോപ്പ് സ്കോററാണ് അലക്സ് സാഞ്ചസ്. US ഓപ്പണിൽ നിന്ന് പുറത്തായി സ്പാനിഷ് താരം കാർലോസ് അൽക്കാരസ്. നെതർലൻഡ്സ് താരമാണ് അൽക്കാരസിനെ തോൽപ്പിച്ചത്. റോളൻ ഗാരോസിലും വിംബിൾഡണിലും കിരീടം നേടിയ അൽക്കാരസിന് ഒന്ന് പൊരുതാൻ പോലും ആയില്ല. ടാറ്റ മോട്ടോഴ്സിന്റെ പുതിയ 2 EV എക്സ്ക്ലൂസീവ് റീറ്റെയിൽ സ്റ്റോറുകൾ കൊച്ചിയിൽ തുറന്നു. ഇടപ്പള്ളി, കളമശ്ശേരി എന്നിവിടങ്ങളിലാണ് ടാറ്റ EV സ്റ്റോറുകൾ പ്രവർത്തനം ആരംഭിച്ചത്. ഇടപ്പള്ളിയിലെ പാടിവട്ടത്തെ ഷോറൂം ഉദ്ഘാടന ചടങ്ങിൽ ഒളിമ്പ്യൻ PR ശ്രീജേഷ് പങ്കെടുത്തു. അബുദാബിയിലെ 2 പ്രധാന റോഡുകൾ ഇന്നു മുതൽ സെപ്റ്റംബർ 2 വരെ ഭാഗികമായി അടച്ചിടുമെന്ന് അബുദാബി മൊബിലിറ്റി. ശനിയാഴ്ച പുലർച്ചെ 5 മുതൽ തിങ്കളാഴ്ച പുലർച്ചെ 5 വരെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂം റോഡിലെ ദുബായിലേക്കുള്ള വലതുപാതയാണ് അടയ്ക്കുക. ഒമാനിൽ ചുഴലിക്കൊടുങ്കാറ്റ് മുന്നറിയിപ്പുമായി ദേശീയ ദുരന്ത നിവാരണ കേന്ദ്രം. വരുന്ന ആഴ്ചയുടെ തുടക്കം മുതൽ ഒമാനിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്നും കേന്ദ്രം അറിയിച്ചു. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് പ്രയോജനപ്പെടുത്തുന്നവർക്ക് വിമാന ടിക്കറ്റിൽ ഇളവ് പ്രഖ്യാപിച്ചു. ഇത് സംബന്ധിച്ച് വിമാന കമ്പനികളുമായി ചർച്ച ചെയ്തുവെന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ് അറിയിച്ചു. നാട്ടിലേക്കുള്ള മടക്കയാത്രയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്കാണ് പരിഗണന. സംസ്ഥാനത്ത് IAS തലപ്പത്ത് വൻ അഴിച്ചുപണി. ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി വിശ്വനാഥ് സിൻഹയ്ക്ക് ജലസേചന വകുപ്പിന്റെ അധിക ചുമതല. ഡോക്ടർ വീണ N മാധവന് ഭരണ നവീകരണ വകുപ്പിന്റെ അധിക ചുമതല നൽകി. വാട്ടർ അതോറിറ്റി MD-ആയി ജീവൻ ബാബുവിനെ നിയമിച്ചു. UAE പ്രഖ്യാപിച്ച പൊതുമാപ്പ് നടപ്പിലാക്കാൻ പൂർണ്ണസജ്ജമായി എന്ന് ദുബായ് താമസ കുടിയേറ്റ വകുപ്പ്. പൊതുമാപ്പ് ഉപയോക്താക്കൾക്ക് സേവനങ്ങൾക്കായി ദുബായിലെ 86 ആമർ സെന്ററുകളെയും അൽ അവീറിലുള്ള
GDRFAയുടെ പൊതുമാപ്പ് കേന്ദ്രത്തെയും സമീപിക്കാമെന്ന് അധികൃതർ അറിയിച്ചു. കോഴിക്കോട് കൂടരഞ്ഞിയിൽ പിതാവ് മകനെ കുത്തിക്കൊന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പൂവാറൻതോട് സ്വദേശി ക്രിസ്റ്റിയാണ് കൊല്ലപ്പെട്ടത്. പിതാവ് ജോണിനെ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ ആദ്യം അറ്റകുറ്റപ്പണി നടത്തണമെന്ന് തമിഴ്നാടിന്റെ ആവശ്യം അംഗീകരിക്കാനാവില്ലെന്ന് നിലപാട് കടുപ്പിച്ച് കേരളം. സെപ്റ്റംബർ 2 ഡൽഹിയിൽ ചേരുന്ന മുല്ലപ്പെരിയാർ മേൽനോട്ട സമിതി യോഗത്തിൽ ഇക്കാര്യം കേരളം ശക്തമായി ഉന്നയിക്കും. തിരുവനന്തപുരം തിരുമല അരയല്ലൂർ എള്ളുവിള നഗറിൽ കെ കമലാസനൻ നായർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നാളെ നടക്കും. അല്പം കായിക മേഖലയിലേക്ക് പോകാം അല്ലേ? സംസ്ഥാനത്തെ കായിക മേഖലയിൽ പ്രൊഫഷണലിസത്തിന്റെ മറ്റൊരു പതിപ്പാകാൻ കേരള ക്രിക്കറ്റ് ലീഗിന് കൂടി വരുന്നു. ക്രിക്കറ്റ് പ്രതിഭകൾക്ക് കൂടുതൽ ശ്രദ്ധയും അവസരവും നേടാനുള്ള സാധ്യതകൾക്കാണ് KCL-ലൂടെ വഴി തുറക്കുന്നത്. ശാലിനിയുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. ശാലിനി, കായിക മേഖലയിൽ കൂടുതൽ കുതിപ്പിലേക്ക് കേരളം കടക്കുന്നു എന്നുള്ളത് തന്നെയാണ് KCL-ൽ നിന്ന് വ്യക്തമാകുന്നതും. എപ്പോഴായിരിക്കും ഇതിൻ്റെ മറ്റു പരിപാടികളൊക്കെ? രജനി, വീണ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ക്രിക്കറ്റ് പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു സുപ്രധാന നിമിഷങ്ങളിലൂടെയാണ് KCA കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള കേരള ക്രിക്കറ്റ് ലീഗിന് 2-ാം തീയതി സെപ്റ്റംബർ 2-ന് ഔദ്യോഗികമായി തുടക്കമാക്കാൻ പോവുകയാണ്. തുടക്കം കുറിക്കുന്നതിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് 6 ടീമിന്റെ ക്യാപ്റ്റനുകളെയും ഒപ്പം തന്നെ ടീം അംഗങ്ങളെയും ഒക്കെ പരിചയപ്പെടുത്തുന്ന ചടങ്ങുകൾ നടന്നത്. ഇന്ന് അതിന്റെ ഔദ്യോഗികമായിട്ടുള്ള ലോഞ്ചിങ്, KCL-ന്റെ ഔദ്യോഗിക ലോഞ്ചിങ് തിരുവനന്തപുരത്ത് നടക്കുകയാണ്. നടൻ ഒപ്പം തന്നെ ഏറ്റവും പ്രിയപ്പെട്ട ആരാധകർ ആരാധിക്കുന്ന കൂടിയായ മോഹൻലാലാണ് KCL-ന്റെ ബ്രാൻഡ് അംബാസിഡർ. KCL ബ്രാൻഡ് അംബാസിഡർ മോഹൻലാൽ ഔദ്യോഗികമായി ഇന്ന് ഇതിന്റെ ഗ്രാൻഡ് ലോഞ്ച് നിർവഹിക്കുകയും ചെയ്യും. ഒപ്പം തന്നെ ടീം ക്യാപ്റ്റന്മാരെല്ലാം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കും. KCA-യുടെ ഭാരവാഹികൾ ഈ ചടങ്ങിന് ഉണ്ടാവുകയും ചെയ്യും. അത് മാത്രമല്ല, എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ ഈ KCL-ന്റെ ഈ ഔദ്യോഗിക ലോഞ്ചിങ്ങോടുകൂടി നമുക്ക് ചിത്രം തെളിയുകയും ചെയ്യും. 2-ാം തീയതി മുതലാണ് ഔദ്യോഗികമായി മാച്ചുകൾ തുടങ്ങാൻ പോകുന്നത്. 2 മുതൽ 18 വരെയാണ് മത്സരങ്ങൾ തിരുവനന്തപുരം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. ഉച്ചയ്ക്ക് 2:45-നും വൈകിട്ട് 6:45-നും വീതം 2 മത്സരങ്ങളാണ് പ്രതിദിനം നടക്കാൻ പോകുന്നത്. 17-ാം തീയതി ആദ്യ ക്വാർട്ടർ സെമി ഫൈനൽ നടക്കും. അതിനുശേഷം 17-ന് തന്നെ വൈകിട്ടോടുകൂടി 2ാമത്തെ സെമി ഫൈനൽ നടക്കും. 18-ാം തീയതിയാണ് ഫൈനൽ മത്സരങ്ങൾ നടക്കുകയും ചെയ്തത്. മിക്ക സംസ്ഥാനങ്ങൾക്കും സ്വന്തമായിട്ടൊരു ക്രിക്കറ്റ് ലീഗ് അവർ സംഘടിപ്പിക്കുന്നുണ്ട്. കേരളം അതിൽ വൈകിപ്പോയി എന്നുള്ളൊരു വിഷമവും ആശങ്കയും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ KCA ഭാരവാഹികളും ഒപ്പം തന്നെ KCL-ന്റെ സംഘാടകരും ഒക്കെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഈ താരങ്ങളെ സെലക്ട് ചെയ്യുന്നത് അടക്കമുള്ള നടപടികൾ തിരുവനന്തപുരത്ത് പുരോഗമിച്ചത്. എന്തായാലും ഫ്രാഞ്ചൈസികളടക്കം എല്ലാം ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിട്ടുണ്ട്. ഔദ്യോഗിക ലോഞ്ചിങ്ങോടുകൂടി വീണ്ടും തലസ്ഥാനം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ക്രിക്കറ്റ് ആവേശത്തിന് അല്ലെങ്കിൽ ക്രിക്കറ്റിന്റെ ഒരു മാമാങ്കത്തിലേക്ക് കടക്കുകയാണ്. ഫ്രീ പാസ് ആണ്, അതായത് ക്രിക്കറ്റ് കാണാൻ എത്തുന്ന എല്ലാ പ്രേമികൾക്കും ഗ്രീൻഫീൽഡിലേക്ക് പ്രവേശനമുണ്ട് എന്നുള്ളതാണ് KCL അറിയിച്ചിട്ടുള്ളത്. അത്തരത്തിൽ എത്തുന്ന എല്ലാവർക്കും സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കടന്നുകൊണ്ട് മാച്ചുകൾ കാണാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ ഒരു ചെറിയ ആശങ്ക തലസ്ഥാനത്തടക്കം മഴ ശക്തമാകുന്നൊരു സാഹചര്യമുണ്ട്. മഴ ഇവിടെയും കളിയിൽ വില്ലനാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. എന്തായാലും 2-ാം തീയതിയോടുകൂടി കാലാവസ്ഥ തെളിയും. ഒപ്പം തന്നെ ക്രിക്കറ്റിന്റെ കാലാവസ്ഥയും മാറി നിൽക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മുൻപൊക്കെ തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ ക്രിക്കറ്റ് മാച്ചുകൾ, അത് വേൾഡ് കപ്പ് ആയിക്കോട്ടെ T20 ആയിക്കോട്ടെ ഒക്കെ വരുമ്പോൾ അപ്പോഴൊക്കെ മഴ വില്ലനായി അവിടെ കളിക്കാറുണ്ട്. KCL-ന് അത്തരത്തിൽ മഴ വില്ലനാകുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഉച്ചയ്ക്ക് 12 മണിയോട് കൂടിയാണ് ഔദ്യോഗിക ലോഞ്ചിങ് ചടങ്ങുകൾ നടക്കുന്നത്. അതിനുശേഷം 2-ാം തീയതിയോടുകൂടി മത്സരങ്ങൾ ആരംഭിക്കുകയും ചെയ്യും. എന്തായാലും KCL ഭയങ്കര ആവേശത്തിലാണ്. ഒപ്പം തന്നെ KCA-യുടെ സംഘാടകരും വളരെ ആവേശത്തിലാണ്. വീണ, രജനി. ശരി ശാലിനി, ഇതിന്റെ കൂട്ടത്തിൽ നിന്ന് നമുക്ക് പറയുകയും ചെയ്യാം, മോഹൻലാൽ ഇത് കഴിഞ്ഞിട്ടാണ് മാധ്യമങ്ങളെ കാണുക. ഓക്കെ, കോഴിക്കോട് നിന്ന് വന്ന ഒരു വാർത്ത. കൂടരഞ്ഞിയിൽ പിതാവ് മകനെ കുത്തിക്കൊന്നു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. പൂവാറൻതോട് സ്വദേശി ക്രിസ്റ്റിയാണ് കൊല്ലപ്പെട്ടത്. പിതാവ് ജോണിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഗൂഗിൾ കെ വേണുഗോപാൽ വിവരങ്ങൾ നൽകും. ഗൂഗിൾ, എന്താണ് സംഭവിച്ചത്? എന്തിനായിരുന്നു ഈ കൊലപാതകം? കഴിഞ്ഞ ദിവസം ഈ ക്രിസ്റ്റിയും പിതാവായിട്ടുള്ള ജോണും ഒക്കെ അവരുടെ ഒരു ബന്ധു വീട്ടിൽ പോയിരുന്നു. അവിടെ നിന്ന് ഇവർ എല്ലാവരും കൂടെ മദ്യപിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ മദ്യപിച്ച സമയത്ത് ഈ ക്രിസ്റ്റിയുടെ പിതാവ് ജോണ് ആ ബന്ധുക്കളോട് കയർത്ത് സംസാരിക്കുകയും അവരോട് ചെറിയ അക്രമങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ക്രിസ്റ്റിയുടെ സുഹൃത്തുക്കളൊക്കെ ചേർന്നുകൊണ്ട് പിതാവിനെ പിടിച്ചു മാറ്റി ക്രിസ്റ്റിയുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. തുടർന്നാണ് ഈ തരത്തിലൊരു കൊലപാതകം ഉണ്ടായത്.
പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തി വരികയാണ്. ഈ അക്രമത്തിലേക്ക് നയിച്ചത് ഇത്തരത്തിലുള്ള ഒരു സംഭവമാണ്. ബന്ധു വീട്ടിൽ വെച്ച് മകനും മകന്റെ സുഹൃത്തുക്കളും ഉൾപ്പെടെയുള്ള ആളുകൾ ചേർന്ന് പിടിച്ചു മാറ്റുകയും വീട്ടിലേക്ക് പോകാൻ വേണ്ടി നിർദ്ദേശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതിന്റെ വൈരാഗ്യമായിരിക്കാം ഇത്തരത്തിലേക്ക് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നൊരു പ്രാഥമിക വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. ഈ കൊലപാതകം നടത്തുന്ന സമയത്തും പിതാവായിട്ടുള്ള ജോൺ മദ്യാസക്തിയിലാണ് എന്നാണ് തിരുവമ്പാടി പോലീസിൽ നിന്ന് നമുക്കറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ജോൺ തിരുവമ്പാടി പോലീസ് കസ്റ്റഡിയിൽ തുടരുകയാണ്. ഓക്കെ, ശരി ഗോകുൽ. രാവിലെ ഇത്തരം വാർത്തകൾ നൽകണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതല്ല അല്ലേ, പക്ഷേ വാർത്തകൾ അങ്ങനെ വന്നു പോവുകയാണ്. അതേസമയം പ്രേക്ഷകർ എപ്പോഴും ചോദിക്കാറുണ്ട് നമ്മുടെ സെഗ്മെൻറ്റ്സ് ഒക്കെ എവിടെയെന്നൊക്കെ. ഇത് സമീപകാലത്ത് ഉയർന്നു വന്ന പല വാർത്തകളുടെ കുത്തൊഴുക്കിൽ പെട്ട് നമ്മുടെ ചില സെഗ്മെൻറ്റുകൾ മാറിപ്പോയി എന്നുള്ളതാണ്. പക്ഷേ എങ്കിലും ചില നന്മയുടെ ചില നല്ല ഭാവങ്ങളും ചില നല്ല വാർത്തകളും ഒക്കെ നമുക്ക് ഇതിൻ്റെ കൂടെ പറയാതിരിക്കാനും കഴിയുകയില്ല. മാതൃസ്നേഹത്തിൻ്റെ പലവിധ ഭാവങ്ങൾ, കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. കൊച്ചിക്കാരൻ ലെസ്ലിക്കും മാതൃസ്നേഹത്തെ സംബന്ധിച്ച് വ്യത്യസ്തമായ ചില കാര്യങ്ങൾ പറയാനുണ്ട്. ലെസ്ലിയുടെ മാതാവ് റോസക്കുട്ടി മരിച്ചിട്ട് 30 വർഷമായി. മാതാവിൻ്റെ മരണശേഷം ലെസ്ലിയുടെ ജീവിതത്തിനും ചില പ്രത്യേകതകളുണ്ട്. ലെസ്ലിയുടെ ജീവിതചര്യകളിലെ ആ സവിശേഷ കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകുന്നത്. മാതൃസ്നേഹത്തിന്റെ വേറിട്ടൊരു ഭാവമാണ് ഈ മെഴുകുതിരി സ്തൂപം. 33 വർഷമായി മുടങ്ങാതെ ഇവിടെ തിരി തെളിയിക്കുന്നുണ്ട്. അതിപ്പോൾ 10 അടിക്ക് മുകളിലുള്ള ഒരു സ്തൂപമായി മാറി. ഇത് ലെസ്ലി, 80 വയസ്സ് പ്രായമുണ്ട്. ഇദ്ദേഹത്തിന്റെ ഒരു ദിനം ആരംഭിക്കുന്നത് എറണാകുളം സെന്റ് ഫ്രാൻസിസ് അസീസി പള്ളിമുറ്റത്തു നിന്നുമാണ്. വെളുപ്പിനെ 5 മണിക്ക് ഇവിടെയുള്ള തന്റെ മാതാവ് റോസക്കുട്ടിയുടെ കല്ലറയിലേക്ക് ഇദ്ദേഹം എത്തും. കല്ലറ വൃത്തിയാക്കും, തിരി തെളിയിക്കും, പ്രാർത്ഥിക്കും. 33 വർഷത്തിനിടയിൽ ഒരു ദിവസം പോലും ഇത് മുടങ്ങിയിട്ടില്ല. ലെസ്ലിയുടെ ജീവിതമെന്നാൽ മാതാവിന്റെ ഓർമ്മകളാണ്, ചില പ്രായച്ചിത്തങ്ങളാണ്. അതെന്തെന്ന് ലെസ്ലി തന്നെ പറയും. അതെ, ഞാൻ പഠിക്കാനായിട്ട് ഇതിൽ എങ്ങനെയെങ്കിലും പഠിച്ചൊരു മാഷാക്കണം, അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു നല്ലൊരു ജോലി ആക്കണം എന്നുള്ള ഉദ്ദേശത്തിൽ നമ്മളിതാക്കി. നമ്മളതല്ല കാശും ചുറ്റുപാടും കയ്യിൽ കിട്ടിയപ്പോൾ കളിച്ച് ഇത് ഒളിച്ചോടിപ്പോയി ജീവിക്കുകയാണ് നല്ലതെന്ന് മനസ്സിൽ തോന്നി. ആ തോന്നൽ ഇപ്പം അത് ഒരു വിഷാദമായി. അമ്മ എല്ലാം തരത്തിൽ നോക്കി, അപ്പോൾ അത് ഇന്നും മാറിയിട്ടില്ല വിഷമം. അമ്മക്ക് 28 വയസ്സ് അപ്പം മരിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ആലോചിച്ച് കഴിയുമ്പോൾ ഒരുപാട് വേദനയുണ്ട്. 28 വയസ്സിലെ വിധവയായില്ലേ. അപ്പോൾ അത് അമ്മ നമ്മളെ കാണിച്ചിട്ടില്ല, അപ്പോഴും സുഖമായിട്ട് ജീവിക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു തന്നു. അപ്പോൾ അത്രയും സ്നേഹിച്ച അത് നമുക്ക് ചെറുപ്പം നമുക്കറിയില്ല, ചെറുപ്പമല്ലേ. അതുകൊണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒടിച്ചോടിയും പിടിച്ചോടിയും കാണിച്ച്, അപ്പോൾ അങ്ങനെ കാണിച്ചതിൻ്റെ വിഷമമാണ് ഇന്നിവിടെ. അപ്പോൾ അത് ഇവിടെ വന്ന് പറഞ്ഞു തീർക്കും, കരഞ്ഞു തീർക്കും. കല്ലറ വൃത്തിയാക്കുന്നതിന് പിന്നിലും ചില കാര്യങ്ങളുണ്ട്. പന്നത് അമ്മ വീടിൻ്റെ പരിസരമൊക്കെ അടിച്ചിടുവേ. അതേപോലെ ഞാൻ ഈ ഫ്രണ്ടും ബാക്കൊക്കെ 1 കൊല്ലമായിട്ട് ഞാനത് ഏറ്റെടുത്ത് അടിച്ചും തൂത്തൊക്കെ ഇടിയാണ്. ഈ 1 കൊല്ലമുള്ള അങ്ങോട്ട് 33 കൊല്ലം തികണത്. അപ്പോൾ അത് വന്നിട്ട് അടിച്ച് തൂത്ത് കഴുകി ഇതേപോലെ ഇട്ടുള്ളൂ. ഇപ്പോൾ അത് വാക്സിട്ട് തൂത്തിട്ടില്ല, കുറേ കൂടി പൊളിഷായിട്ട് കിടക്കും. അപ്പം അങ്ങനെ വൃത്തിയായിട്ട് 33 വർഷമായി ഞാനത് ചെയ്യണം. അങ്ങനെയെങ്കിലും ഒരു മാനസാന്തരം, ഒരു മോക്ഷം ഉണ്ടെന്ന് പറയില്ല, അമ്മയ്ക്കൊരു മോക്ഷം കിട്ടട്ടെ എന്ന് വിചാരിച്ച് അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. മരണാനന്തരവും മകനിലൂടെ ജീവിക്കുകയാണ് റോസക്കുട്ടി. മകൻ ലെസ്ലിയുടെ ദൈനംദിന ജീവിതത്തിൽ മാതാവ് റോസക്കുട്ടിയുമുണ്ട്. ലെസ്ലിയുടെ ജീവിതം എന്തെന്ന് ചോദിച്ചാലും ഒറ്റ വാക്കിൽ ഉത്തരം പറയാനാവുക ഇങ്ങനെയാകും. ക്യാമറമാൻ VM മനുകൃഷ്ണയ്ക്കൊപ്പം മിഥുൻ മുരളി, ജനം, കൊച്ചി. പ്രകാശൻ വേലുക്കുട്ടി പറയുന്നു കേട്ടോ, എൻ്റെ എല്ലാ ചോദ്യങ്ങളും മറുപടി നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അത് അറിഞ്ഞ് താങ്കളുടെ പേരാണ് ഒരു പക്ഷേ നമ്മളിന്ന് ഏറ്റവും അധികം ഓണർ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് മാത്രമല്ല, ഇപ്പോൾ ഈ നടക്കുന്ന അവസ്ഥയ്ക്ക് ഈ പണ്ടത്തെ സിനിമ എത്ര നല്ല കാലമായിരുന്നു, ഇപ്പോൾ ആണ് പ്രശ്നം എന്ന് പറയുന്നു. അപ്പോൾ ഇപ്പോൾ വീണ്ടും ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്, ഇപ്പോഴുള്ളവരാണ് നല്ലത്, മുമ്പുള്ളവരാണ് പ്രശ്നം എന്ന് പറയുന്നത്. ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് എല്ലാ കാലത്തും എല്ലായിടത്തും നടക്കുന്ന കാര്യമല്ല. പക്ഷെ നമുക്കറിയാം, ഈ ലേഖയുടെ ഒരു ഫ്ലാഷ് ബാക്ക് പോലുള്ള സിനിമകൾ ഏത് കാലത്ത് വന്നതാണെന്ന്. അപ്പോൾ അന്ന് തുടങ്ങിയതൊക്കെ ഉണ്ട്, പക്ഷെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതോ അല്ലെങ്കിൽ തുറന്നു പറയാനുള്ള ധൈര്യം കിട്ടുന്നതോ ഒക്കെ ഇപ്പോഴാണ്, എന്നുള്ള വേദി ഒരുങ്ങിയത് ഇപ്പോഴാണ് എന്നുള്ളത് മാത്രമാണ് നമുക്കിതിനകത്ത് പറയാനുള്ളത്. എല്ലാ കാലത്തും ഇത് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ചില പഴയ, ഒരുപക്ഷെ ഉർവശി ശാരദ തന്നെ ഇതിനകത്ത് ഈ റിപ്പോർട്ടിൽ പറയുന്നതല്ലാതെ പുറത്ത് സംസാരിച്ചൊരു കാര്യമാണ്. ഇത് പണ്ടും ഉണ്ടായിരുന്നു എന്നുള്ള ഇത്തരം രീതികൾ, ഈ വാതിൽ മുട്ടുന്ന അടക്കമുള്ള കാര്യങ്ങളൊക്കെ പണ്ടും ഉണ്ടായിരുന്നു എന്നവർ തുറന്നു പറയുന്നുമുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില
കമൻറ്റുകൾ കൂടി അതിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പലരും നമ്മൾ നേരത്തെ കൊടുത്ത പല വാർത്തകളുമുണ്ട് ഈ സ്വീഡന്റെ കാര്യമൊക്കെ പറയുന്നത്. അതിപ്പോൾ ഈ മലപ്പുറത്തും ഒക്കെ നടക്കുന്നില്ലേ എന്നാണ് നേരത്തെ പ്രകാശൻ വേലിക്കുട്ടി തന്നെ വീണ്ടും പറയുന്നുണ്ട്. മലപ്പുറം വിട്ട് മറ്റ് ജില്ലയിലും നുഴഞ്ഞുകയറ്റം കയറുന്നുണ്ട്. ബംഗാൾ പാകിസ്ഥാൻ പേരിൽ എത്രയോ ജംഗ്ഷൻ റോഡ് ടൗണ് ഉണ്ട്. അതുപോലെ ആയി മലപ്പുറം എന്നാണ് രാജേഷ് പി പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരു ആശങ്ക അതിൽ ഉണ്ട്. അപ്പോൾ രാജേഷ് പി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്. ഞാൻ തിരൂരിൽ ഒരു പരസ്യം കണ്ടിട്ടുണ്ടായിരുന്നു, പാകിസ്ഥാൻ ജംഗ്ഷന് സമീപം 10 സെന്റും വീടും വിൽപ്പനയ്ക്കെന്ന്. അതെന്താണ് അതിൻ്റെ പിന്നിൽ, ആ പരസ്യത്തിൻ്റെ പിന്നിലൊന്ന് അന്വേഷിച്ച് പോകണമല്ലോ. അതിന് ഈ കണ്ണൂർ മട്ടന്നൂർ കൂത്തുപറമ്പ് വീട്ടിൽ പാകിസ്ഥാൻ സ്റ്റോപ്പുണ്ട്. അങ്ങനെ ഒരുപാട് കമൻസുകൾ നമുക്ക് വരുന്നുണ്ട്. മറ്റൊരു കാര്യം പറയുന്നുണ്ട്, ഈ വീണ ചിരിപ്പിക്കല്ലേ കമ്മിറ്റികൾ കൂടുന്നു. അതെനിക്ക് CPM സംസ്ഥാന സമിതി ചേരുന്നതിനെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് തോന്നുന്നു. തീർച്ചയായും, കാരണം നമ്മൾ എന്ത് ചർച്ച ചെയ്യണം, ഒരു പാർട്ടി, നമ്മൾ റൂൾ ചെയ്യുന്ന സർക്കാരിൻ്റെ പാർട്ടിയാണ്, അവരെന്ത് ചർച്ച ചെയ്യണം നമ്മൾ ആഗ്രഹിക്കുന്നോ അത് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും അവർ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ. എന്തുകൊണ്ട് തോറ്റു എന്ന താത്വികമായ അവലോകനത്തിലേക്കാണ് ഇന്നും കടക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും നമുക്ക് നോക്കാം, എന്തെങ്കിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ, നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള വാർത്തകൾ അവിടെ നിന്ന് വരാൻ കഴിയുമോ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മറ്റേ രഞ്ജിത്തിനെതിരെ കേസ്, ഇടവേള ബാബു, അങ്ങനെ പുതിയ കേസുകൾ പലതും നിങ്ങൾ ബ്രേക്കിംഗ് ന്യൂസ് കാണുന്നുണ്ടാവും. പുതിയ ചില വാർത്തകൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ വിശദമായി വരും മണിക്കൂറുകളിൽ ഞങ്ങൾ വരും. രഞ്ജിത്തിനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനാണ് കേസ് വന്നിരിക്കുന്നത്. മാത്രമല്ല ഇടവേള ബാബുവിനും സുധീഷിനുമെതിരെയും പുതിയ ചില കേസുകൾ കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് നമുക്ക് വരും മിനിറ്റുകളിൽ ലഭ്യമാവുക. എല്ലാ വാർത്താ ബുള്ളറ്റിനുകളിലും നമ്മളത് ഉൾപ്പെടുത്തും. പുത്തൻപുലരിയിൽ മാത്രം നൽകാൻ കഴിയുന്ന ചില റിപ്പോർട്ടുകൾ കൂടി ഉണ്ടല്ലോ. അതെ, ഒരു കുഞ്ഞ് റെക്കോർഡ്. 5 മാസം മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി, അവളുടെ പേര് ക്ലാരിസ ജഫാലിയ. കഴിഞ്ഞ ദിവസം ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഈ കുരുന്ന് ഇടം പിടിച്ചു. 6 മാസം പ്രായമുള്ള മറ്റൊരു കുഞ്ഞ് നേടിയ റെക്കോർഡ് മറികടന്നിരിക്കുകയാണ്. എന്തിലാണ് അവൾ റെക്കോർഡ് നേടിയതെന്നും അവളുടെ റെക്കോർഡ് നേട്ടത്തിനെക്കുറിച്ചും നമുക്ക് കാണാം. വസ്തുക്കൾ തിരിച്ചറിയാനുള്ള കുഞ്ഞിന്റെ കഴിവ് മനസ്സിലാക്കി 3-ാം മാസം മുതൽ അമ്മ ജെനിഫർ ക്ലാരിസയ്ക്ക് പരിശീലനം നൽകുന്നുണ്ട്. ചിട്ടയായ പരിശീലനം ഫലം കണ്ടു. 5-ാം മാസത്തിൽ കുഞ്ഞു ക്ലാരിസ മനസ്സിൽ കുറിച്ചിട്ടതും തിരിച്ചറിയുന്നതും 33 പഴവർഗ്ഗങ്ങളാണ്. മാംഗോ, ലിച്ചി, മാംഗോ, ലിച്ചി, ടച്ച് ലിച്ചി, 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 ടച്ച് ബ്ലൂബെറി, ബ്ലൂബെറി, touch correctly blueberry, which one is blueberry? Yeah, good job. Custard apple, plum, which one is custard apple? Guess correctly, custard apple. Touch custard apple. Wow, good job. നിരത്തിയിട്ടിരിക്കുന്ന കാർഡുകളിൽ പഴവർഗ്ഗങ്ങളുടെ ചിത്രങ്ങൾ. പഴങ്ങളുടെ പേര് പറയുമ്പോൾ കുഞ്ഞു കൈകൾ കൊണ്ട് ക്ലാരിസ അത് തിരിഞ്ഞെടുക്കും. പഴങ്ങൾ തിരിച്ചറിയുന്നതിൽ പ്രത്യേക പരിശീലനം നൽകിയതിനാൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഫലവർഗ വിഭാഗത്തിലാണ് കുഞ്ഞു മത്സരിച്ചത്. കൂടുതൽ വസ്തുക്കൾ തിരിച്ചറിയാനുള്ള പരിശീലനം കുട്ടിക്ക് നൽകി വരികയാണ് അമ്മ ജെനിഫറും പിതാവ് ചിലംബരസനും. കൊച്ചിന് നമ്മൾ 3rd മന്ത് തൊട്ട് ട്രെയിനിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 2 ഫ്ലാഷ് കാർഡ്സ് കാണിച്ചാൽ അത് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ കൊച്ച് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യും. ഇതിനെ നമ്മൾ വിറ്റ്നസ് ആയിട്ട് ഹെൽത്ത് ഡോക്ടറെയും പിന്നെ ഹെഡ് മാസ്റ്ററെയും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അയച്ചപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് 1 മാസത്തിന് ശേഷമാണ് നമുക്കിത് കിട്ടിയത്. ഇപ്പോൾ കൊച്ച് ഒരു വേൾഡ് റെക്കോർഡ് ഹോൾഡറായിപ്പോ. ബോട്ടിൽ ആർട്ടിൽ വിദഗ്ധയായ ജെനിഫറും നിരവധി നേട്ടങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട്. മകളുടെ കഴിവുകൾക്കനുസരിച്ച് പരിശീലനം നൽകി ക്ലാരിസയെ ഗിന്നസ് റെക്കോർഡ് വരെ എത്തിക്കണമെന്നതാണ് ഈ മാതാപിതാക്കളുടെ ലക്ഷ്യം. ജനം, ഇടുക്കി. ഓക്കെ, എൻ്റെ അമ്മേ, എന്താണല്ലേ ഇത്ര ചെറുപ്പത്തിലെ അവളത് എത്ര മനസ്സിലാക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് ഏതായാലും പുത്തൻപുലരി അതിൻ്റെ അവസാന ഘട്ടത്തോട്ട് അടുക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം എന്തൊക്കെയാണ് പ്രധാനമായും ന്യൂസ് അജണ്ട ആയി വരുന്നത് എന്നുകൂടി നോക്കേണ്ടതുണ്ട്. നേരത്തെ അദ്ദേഹം ചിരിച്ചുവെങ്കിലും പറയാതിരിക്കാൻ കഴിയുകയില്ല. CPMൻ്റെ വിവിധ
സമ്മേളനങ്ങൾ നടക്കുകയാണ്, സംസ്ഥാന സമിതി നടക്കുകയാണ്. ഇതിൽ CPM ബ്രാഞ്ച് സമ്മേളനങ്ങൾക്കും തുടക്കമാവുകയാണ്. നാളെയാണ്. തെരഞ്ഞെടുപ്പ് പരാജയത്തിലും വീഴ്ചകളിലുമൊക്കെ സർക്കാരിന് മുഖ്യമന്ത്രിക്കെതിരെ വലിയ വിമർശനങ്ങൾ ഈ സമ്മേളനങ്ങളിൽ പ്രതീക്ഷിക്കുന്നു. സാധാരണഗതിയിൽ ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുമ്പോൾ അത് ഉണ്ടാകാറുണ്ട്. പക്ഷേ എത്ര കണ്ടത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു എന്നുകൂടി നമ്മൾ നോക്കേണ്ടതുണ്ട്. ഓക്കെ, അത് എന്തായാലും നോക്കാം. മറ്റൊന്ന്, ഈ ലൈംഗിക പീഡന കേസിൽ പ്രതിയായ നടനും MLA-യുമായ മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സമിതി ഇന്ന് ചേരുമ്പോൾ ഈ വിഷയം ചർച്ച ചെയ്തേക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാനത്ത് കനത്ത മഴയുടെ 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പറയുന്നുണ്ട്. ഒപ്പം മലയോര തീരമേഖലയിലുള്ളവർക്ക് ജാഗ്രത നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള തീരത്ത് മത്സ്യബന്ധനത്തിനും വിലക്ക് ഉണ്ട്. ഇനി ഈ മഴ മുന്നറിയിപ്പ് 10 മണിയാകുമ്പോഴേക്കും മാറും. അപ്പോൾ അതെങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. കൊച്ചിയിൽ എന്തൊക്കെയാണ്? കൊച്ചിയിൽ മുകേഷിനും ജയസൂര്യയ്ക്കും എതിരെ അടക്കം പരാതികൾ ഇങ്ങനെ ഉയർന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൽ തന്നെ ഈ നടിയുടെ പരാതി കൊടുത്ത നടിയുടെ മൊഴിയെടുപ്പ് ഇന്ന് ഉണ്ടായേക്കും. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെയും ആഷിഖ് കപൂറിൻ്റെ രാജിയുടെയും പശ്ചാത്തലത്തിൽ ഫെഫ്ക യോഗവും ഇന്ന് ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ യോഗം തിങ്കളാഴ്ചത്തേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളൊക്കെ തന്നെ. ഇനി ശ്രീകുമാർ നേരത്തെ എടുത്ത പീഡന പരാതി അല്ലേ, അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഈ മരടിലെ ഫ്ലാറ്റിൽ വെച്ച് പീഡിപ്പിച്ചു എന്നുള്ളതാണ് കേസ്. അപ്പോൾ ആ കേസ് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നുകൂടി നമുക്ക് നോക്കേണ്ടതുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ വന്ന പുതിയ 2 കാര്യങ്ങൾ. രഞ്ജിത്തിനെതിരെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് കേസെടുത്തതും ഇടവേള ബാബുവിനും നടനായ സുധീഷിനും എതിരെയുള്ള ലൈംഗിക അതിക്രമ കേസ്, അത് ജൂനിയർ ആർട്ടിസ്റ്റിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പുതിയ കേസെടുത്തിരിക്കുന്നത്. അത് കോഴിക്കോട് നിന്നാണ്. നടക്കാവ് പോലീസാണ് ആ കേസെടുത്തിരിക്കുന്നത്. പോകുന്നത് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ രഞ്ജിത്തിനെതിരെ വന്ന കേസും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഈ ഹേമ കമ്മിറ്റി പുറത്തു വന്നതിന് ശേഷമുള്ള വെളിപ്പെടുത്തലുകളിന്മേലുള്ള കേസെടുക്കലുകൾ, അത് ഇനി എത്ര വെളിപ്പെടുത്തലുകൾ ഉണ്ടാകുമെന്നാണ് നോക്കിക്കാണുന്നത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് സമന്വയ ബൈഠക് അല്ലേ ആരംഭിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്തൊക്കെ പുതുതായി പ്രതീക്ഷിക്കേണ്ടതുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കിയിരിക്കുന്നതാണ്. കേരളത്തിൽ വളരെ അഭിമാനത്തോടെ നോക്കിയിരിക്കുന്ന ഒരു കാര്യവുമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ സമയം പൂർണ്ണമാകുന്നത് കൊണ്ട് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ രണ്ടുപേരും പോവുകയാണ്. പക്ഷേ നിങ്ങൾ ജനം TV യോടൊപ്പം തുടരുക. നമസ്തേ.